നമുക്ക് വിശ്വാസ സംബന്ധിയായ വിഷയങ്ങളെപ്പറ്റി ഉള്ള ദൈവവചന ധ്യാനത്തിനാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. വിശേഷിച്ച് പെന്തക്കോസ്ത് സഭകളുടെ ബൈബിൾ വ്യാഖ്യാനവും വിശ്വാസവും അതിന് എതിരെ ധാരാളമായ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് അടിസ്ഥാന വിഷയങ്ങളിൽ നല്ല ഗ്രാഹ്യവും പ്രതിവാദത്തിനുള്ള തൽപരതയും ഇല്ല എങ്കിൽ ഇനിയുള്ള ഒരു കാലത്ത് നമ്മുടെ തലമുറയെ വിശ്വാസത്തിൽ നിലനിർത്തുക പ്രയാസമായിരിക്കുന്നു എന്നതാണ് സത്യം. ഞാൻ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാമിന് വന്നു. അത് സംഘാടകർ എസൻസ്, ഗ്ലോബൽ എസൻസ് എന്നറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദ പ്രസ്ഥാനമാണ്. നിരീശ്വരന്മാരുടെ യോഗത്തിൽ എന്തിനാണ് വന്നതെന്നൊരു പക്ഷേ എനിക്ക് തോന്നാം. അപ്പോൾ അവരവിടെ വന്ന് നമ്മളോട് ചോദിക്കുന്നത് ഈ സൺഡേ സ്കൂൾ പഠനം, നമുക്ക് അവർ പറഞ്ഞ മതപഠനം ആവശ്യമാണോ എന്നാണ് മുമ്പോട്ട് വച്ച ചോദ്യം. ചിലരെങ്കിലും നിങ്ങളത് കണ്ടു കാണാം. രാഹുൽ ഈശ്വറാണ് ഹിന്ദു സമൂഹത്തെ പ്രതികരിച്ചത്. ഒരു മുസ്തഫ മൗലവിയാണ് ഇസ്ലാമിനെ പ്രതികരിച്ചത്. നമ്മുടെ പെരുമ്പാവൂരുള്ള മുൻ PYPയുടെ പ്രസിഡൻറ്റ് ലൈജു ജോർജ് ആ യോഗത്തിലോ ആ മീറ്റിങ്ങിലുണ്ട്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. 90കളുടെ മധ്യത്തിൽ യുക്തിവാദികളുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ കുറേ പേര് പോയി. സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാം കൂടെ ഒരു 60-70 പേരേ ഉള്ളൂ. ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. അന്ന് നമ്മുടെ കൂടെയുള്ളവർ അവരെ പരിഹസിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഒരു സഭായോഗത്തിലെ ആൾ പോലും നിങ്ങൾക്കില്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാ മറുപടി, നിങ്ങളിവിടെ ഒരു ഘടകമൊന്നുമല്ല. അതിൽ നിന്ന് 2022 ആകുമ്പോഴേക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വരുമ്പോൾ നമ്മുടെ ക്രൂസൈഡുകൾക്കുള്ള ആളുകളൊന്നും ഇതിൻ്റെ അത്വം വരികയല്ല. അതിൻ്റെ ഗാലറി എല്ലാ ആളുകൾ നിറഞ്ഞു. അതിൽ പ്രത്യേകത, നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് എത്ര കാല് പിടിക്കുമ്പോഴാണ് നമ്മുടെ ആൾ ഒന്നിച്ച് കൂടുന്നത്. പക്ഷെ ഇത് 300 ഉറുപ്പ്യ വെച്ച് അടയ്ക്കണം. എന്തോ ഇത് മതി, 300 ഉറുപ്പ്യ വെച്ച് പെർ ഹെഡ് അടയ്ക്കണം. ഞാൻ തിരക്കിയോ 12 ലക്ഷം രൂപയാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ റെൻറ്റ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾ ഒക്കെ ഉണ്ട്, വലിയ സന്നാഹമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നു, ആ പരിപാടിയിൽ പങ്കെടുത്തു. ഞാൻ ലൈജുവിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് അറിയാനൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അവിടെയുള്ള ഈ നിരീശ്വരന്മാരായ മനുഷ്യരുടെ കണക്കെടുത്താൽ ഒരു 70% മുസ്ലിംസാണ്. ബാക്കി ഒരു 25% നമ്മളാണ്. ഹിന്ദുക്കൾ വളരെ കുറവാണ്. നമ്മളാണെന്ന് പറഞ്ഞാൽ മൊത്തം ക്രൈസ്തവരാണ്. അതിൽ പെന്തക്കോസ്തുകാരുമുണ്ട്. അപ്പം അത് നമ്മുടെ കുട്ടികൾ കുറേ പേര് പഠിക്കാനും വന്നിട്ടുണ്ട് അവിടെ. അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് ICPFൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, യൂത്ത് ക്യാമ്പ്. അപ്പോൾ ഞാനിത് അവിടെ പറഞ്ഞു അതിൻ്റെ ഭീകരത. അപ്പോഴവിടെ ഒരു ICPFൻ്റെ സ്റ്റാഫ് വർക്കറായ ഒരു ദിയാസൻ തൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നോട്. അദ്ദേഹത്തിന് 2 മക്കളാണ്, 3 മക്കളാണ്, 2 പെണ്ണും 2 ആണും 1 പെണ്ണും. അപ്പോൾ ഈ ഇളയ കുഞ്ഞിൻ്റെ മോളുടെ ഒരു കല്യാണമൊക്കെ ഇങ്ങനെ നിശ്ചയിച്ച് ഇരിക്കുമ്പോൾ ഒരു പയ്യൻ അതിന് താല്പര്യപ്പെട്ട് വന്ന് കണ്ടു. ആൾ എഡ്യൂക്കേറ്റഡാണ്, മിടുകനാണ്. അപ്പോൾ മാത്രമല്ല സഭയിലെ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ചുമതലയുള്ള ആളാണ്. പിന്നെ സംശയിക്കണ്ടല്ലോ, എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബ്രദറിന് ഇവനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വെറുതെ ഇവൻ്റെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലൊന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികം ഫ്രണ്ട്സും ഇത്തരത്തിൽ നിരീശ്വരന്മാരായ യുക്തിവാദികളായ ഗ്ലോബൽ എസൻസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം ആകാംക്ഷ കൊണ്ട് ഇങ്ങനെ തപ്പി പുള്ളി ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ട് ഇയാളുമായിട്ട് വെറുതെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് തന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താ? അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞു, ഞാൻ വിശ്വാസിയൊന്നും അല്ല, പള്ളിയിൽ പോകുന്നുണ്ട്,
വിശ്വാസിയല്ല, മറിച്ച് തൻ്റെ ഇഷ്ടം ഈ പറയപ്പെട്ട യുക്തിവാദമാണ്. അത് സയൻറ്റിഫിക്കലി അതാണ് ശരി, അതുകൊണ്ട് ഞാനതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ പുള്ളിയൊന്നും അനങ്ങിയില്ല. പിന്നെ ഇവനെ ഇങ്ങനെ ഫോളോ ചെയ്തു. എന്തൊക്കെയാണ് ഈ ബൈബിളിലെ തെറ്റ്? ഇപ്പോൾ ഇവനൊന്നും ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പ്രശ്നമുണ്ട്. ചുരുക്കത്തിൽ ഈ മനുഷ്യനെ കൂടെ നിരീശ്വരനാക്കാൻ ഇങ്ങനെ ശ്രമിക്കുക, ആളറിയാതെ. അപ്പോൾ ചോദിച്ചു, ഞാനിതിലേക്കൊക്കെ വന്നാൽ വിവാഹം എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, വിവാഹം എവിടെയാകാം, ക്രമേണ അവർ നമ്മളെപ്പോലെ ആവുമല്ലോ. നമ്മൾ ഈ ചോദ്യമൊക്കെ അവരോട് ചോദിച്ചാൽ മതി. പിന്നെ പള്ളിയിൽ പോകാൻ നിർബന്ധമാണേൽ പോയിക്കോട്ടെ. അപ്പോൾ ബൈബിളിലെ കാര്യമൊക്കെ എങ്ങനെ നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് പഠിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, പാട്ട് പാടാറുണ്ട്, പക്ഷേ എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല, അന്യഭാഷ പറയാറുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്ന ആളാണ്. ഏതായാലും ഈ മനുഷ്യൻ രണ്ടാം ഘട്ടം കാര്യങ്ങൾ ആലോചിച്ച് വരുമ്പോഴേക്ക് ഇവരതിൽ നിന്ന് മാറിയിട്ട് അവരുടെ പാസ്റ്ററാണിത് ആലോചിക്കുന്നത്. അപ്പോൾ പാസ്റ്ററെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് ചർച്ചിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു പയ്യനാണ്. പിന്നെ ആ ദുരന്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ആ വീട്ടുകാർ വിവാഹം നടത്തിയില്ല. അപ്പം എന്താണ് കുട്ടികൾ ഈ വിധത്തിലാകുന്നത്? അതിപ്പം നമ്മൾ പരിഹസിച്ചൊന്നും കാണണ്ട. അതിന് നമ്മുടെ കുട്ടികളെ വിവാഹം കഴിച്ചയച്ചല്ലോ നമ്മൾ സ്വസ്ഥരായി എന്നും കാണണ്ട. ഈ ഒരു ചിന്ത ഏത് രൂപത്തിലും എപ്പോഴും വരാം. ഇതുപോലെ മറ്റൊന്നാണ്, വിശ്വാസം വിട്ടിട്ട് സാമുദായിക സഭകളിലേക്ക് തിരിച്ചു പോകുന്നൊരു കുറേ പേര്. ഇപ്പോൾ കുറേ പേര് വിശ്വാസം വിടുന്നു, കുറേ പേര് നമ്മുടെ സമുദായങ്ങളിലേക്ക് തിരിച്ചു പോന്നു. അപ്പം ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പം ഈ കാരണങ്ങൾ ഇവരോട് ചോദിച്ചാൽ പറയുന്നത്, നമ്മുടെ സഭയും പോക്കൊന്നും ശരിയല്ല, നമ്മുടെ പ്രസ്ഥാനങ്ങൾ ശരിയല്ല, അവിടെ വലിയ അടി നടക്കുന്നു, അവിടെ പ്രശ്നമുണ്ട്, ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതില്ലാത്തൊരു കാലമൊന്നും മനുഷ്യരാശിക്കിടയിൽ ഇല്ലെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നൊരു കണക്കെടുക്കാം. നമ്മളുടെ AGയുടെ ഹെഡ് ക്വാർട്ടറോ IPCയുടെ ഹെഡ് ക്വാർട്ടറോ ഒക്കെ എടുക്കുക. അവിടെ ഈ ഇലക്ഷനൊക്കെ ഉണ്ട്. ഇത് സൊസൈറ്റിയാണ്, അതിൻ്റേതായ ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. ഇതുള്ള ആളുകളെ മൊത്തത്തിലെടുത്താൽ ഇതെല്ലാം കൂടെ ഒരു 10,000-2,000 പേരേ ഉള്ളൂ വലിയ തീവ്ര രാഷ്ട്രീയക്കാർ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൽ താല്പര്യമില്ല. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകളെ അല്ല കുട്ടി നോക്കുന്നത്. AGയിലും ചർച്ചക്കോടിലും IPCയിലും ഷാരോനിലും ഒക്കെ ആയിട്ടുള്ള ഇത്തരം ചില മൂല്യങ്ങൾ നശിച്ചവരിലേക്ക് നോക്കിയിട്ട് തോറ്റുപോവാണ്. മറ്റൊന്ന്, ഇവനീ പറഞ്ഞ പ്രശ്നമൊന്നും നമ്മുടെ ലോക്കൽ ചർച്ചിലില്ല. അവിടെ ഒരു സെക്രട്ടറി ഉണ്ടാകും, കമ്മിറ്റി ഉണ്ടാകും, അത് വേണ്ട, ഇതൊക്കെ വേണമല്ലോ. ഈ പറയുന്ന പ്രശ്നം അവിടെ ഇല്ല. പക്ഷെ എന്തെങ്കിലും പറയണമല്ലോ, അതിന് ഈ കുഴപ്പമൊക്കെ കൂടെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു വിഷയം, നമ്മുടെ ആളുകൾ, വിശേഷിച്ച് കൺവെൻഷൻ പ്രസംഗരാകട്ടെ ഒക്കെ വന്നിട്ട് പൊതുവേദികളിൽ പോലും നമ്മളെന്തോ കുറഞ്ഞ മനുഷ്യരായിട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സാമൂഹ്യ ജീവിതം നയിക്കുന്ന, വിശുദ്ധി ഇല്ലാത്ത, ഒരു മൂല്യമില്ലാത്ത മനുഷ്യരായിട്ടാണ് ആ പറഞ്ഞ പുള്ളി ഒഴികെ ബാക്കി എല്ലാവരും മോശമെന്നാണ് പുള്ളി പറഞ്ഞ് സ്ഥാപിച്ചു വെക്കുന്നത്. പ്രസംഗിക്കുന്ന ഞാൻ പറയും, ഈ ചർച്ചയിൽ വിളിക്കുന്ന എല്ലാം മഹാഭാവികളാണ്, കുഴപ്പക്കാരാണ്, നേതാവ് കുഴപ്പമാണ്, അങ്ങനെയാണ്. ഈ നെഗറ്റീവ് മെസ്സേജുകൾ കേട്ട് ഒരു അഭിമാനബോധം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നഷ്ടപ്പെടുത്തുന്ന ഒരു അമിതമായ ക്രിറ്റിസിസം. വിമർശനം നല്ലതാണ്, അതിന് കുറേ ലക്ഷ്യങ്ങളുണ്ടാകണം. വിമർശനം ക്രിയാത്മകമായിരിക്കണം, ഒരാളെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ളതാകണം, റാക്ടിഫിക്കേഷൻ അതിന് വേണ്ടിയുള്ളതായിരിക്കണം, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതിന് മാനദണ്ഡങ്ങൾ ബൈബിൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിട്ടിട്ട് നമുക്കിന്നറിയാം, ക്ഷമിക്കണം, നമ്മുടെ കൺവെൻഷനൊക്കെ വന്നാൽ ഈ പ്രസംഗകർ ആദ്യം ചെയ്യുന്നത് ലീഡർക്കിട്ട് 2 അടിയും അടിക്കും. നമുക്കും വലിയ ഇഷ്ടം ഇത് കേൾക്കാൻ. സ്റ്റേജിലിരിക്കുന്ന അവരെല്ലാം പാവികളും. ഈ പ്രസ്ഥാനം ഓടിക്കണ്ടേ, ഈ സ്ഥാപനം കൊണ്ടുപോണ്ടേ. നമ്മളിനും കുഴപ്പമില്ലാത്തൊരു മനുഷ്യരായിട്ട് നിങ്ങൾ അങ്ങോട്ടിരുന്നു, അല്ല ഞാൻ അവിടെ ഇരുന്നു ഈ സ്ഥാനത്ത്. ഞാനും എൻ്റെ തന്ത്രങ്ങളും ശൈലികളും ഒക്കെ പ്രയോഗിച്ചു പോകും. അത് നാച്ചുറലാണ്. മനസ്സിലായില്ലേ? നിഷ്കളങ്കന് പറ്റിയൊരു സംഭവം അല്ലത് ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിനാണ് അധ്യക്ഷ സ്ഥാനം സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതാണ്. അതിൽ കുഴപ്പമൊക്കെ ഉണ്ട്, നമുക്കില്ലെന്നൊന്നും പറയണ്ട. പക്ഷേ ഇത് നമ്മുടെ ലീഡറെ പറ്റി, നമ്മുടെ സമൂഹത്തെപ്പറ്റി കുട്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്തു വിട്ട ധാരണ, ഇത് ലൈവ് ഉണ്ടോ? ഉണ്ട്. അതനുസരിച്ച് സംസാരിക്കണം. ധാരണ ഇതെന്തോ കുഴപ്പം പിടിച്ച ഒന്നാണ്. ഏറ്റവും ഗതികേടിലൂടെ പോകുന്ന ഒരു മാർഗം നമ്മുടെയാണ് എന്ന നിലയിൽ നമ്മൾ പറയുക. സത്യത്തിൽ അങ്ങനെയാണോ?
ഞാനതിന് പറയാൻ കാരണം, ഒരു 2 ആഴ്ച മുമ്പ് ഈ കോട്ടയത്ത് എല്ലാ ക്രൈസ്തവരും ചേർന്നുള്ള ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. ഞാനതിലൊരു പ്രസംഗനായിരുന്നു. നമ്മുടെ സേവറിയോസ് തിരുമേനിയാണ് അതിൻ്റെ ഉദ്ഘാടനം. ഞാൻ അനുഗ്രഹ പ്രഭാഷണമായിരുന്നു. അത് ആ പോലീസ് മൈതാനില്ല, തിരുനക്കരയുടെ അടുത്തുള്ള. ഞാനിപ്പോൾ നേരത്തെ ഒന്ന് ചൊല്ലുമ്പോൾ ഗാന്ധി സ്ക്വയറിൽ നമ്മുടെ സഹോദരന്മാർ പരസ്യം നടത്തുക, ഗുഡ് ന്യൂസ് ഇതിൻ്റെ പേരിൽ. അപ്പോൾ അവർ നമ്മുടെ പരസ്യവും ഡ്രമ്മൊക്കെ അടിച്ച് നല്ല തകർപ്പൻ പരസ്യവുമാണ്. നമ്മുടെ സജീവത്തായി കാതേട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആര് പരസ്യത്തിൽ പ്രസംഗിച്ചാലും അവിടെ ഒന്ന് കൂടും. വഴിയിലൊരാൾ 3-4 പേരിന്ന് പ്രസംഗിക്കുമ്പോൾ അവർ തന്നെയല്ല നമ്മളും ഇതിൻ്റെ കൂടെയാണെന്ന് അറിയിക്കാൻ അവിടെ കൂടി അവരോടൊരു സമയം ചോദിച്ച് മേടിച്ചൊക്കെ സംസാരിക്കും. അങ്ങനെയാണ് 5 മിനിറ്റ് അവർ തരും, സമയം തരും. അപ്പോൾ അന്ന് സമയമില്ലെങ്കിൽ ഞാൻ ആ കൂടെ കൂടി. അപ്പോൾ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യം കണ്ടു. അവരൊരു പ്രതിജ്ഞ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ഒരു പ്ലഡ്ജ് എടുത്ത് കാണിക്കുകയാണ്. ആജീവനാന്തം മദ്യം ഉപയോഗിക്കാത്ത ഞങ്ങൾ, ആജീവനാന്തം പുകവലിക്കാത്ത ഞങ്ങൾ, ആജീവനാന്തം സാമൂഹിക തിന്മകളിൽ ഏർപ്പെടാത്ത ഞങ്ങളാണ് മദ്യവിപത്തിനെതിരെ ഏറ്റവും പ്രായോഗികമായി നയം സ്വീകരിച്ചത്. ഇത് കുറേ അച്ഛന്മാരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾ കണ്ടു. ഞാനിവരോട് ചോദിച്ചു, ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാമാണ്. ഞങ്ങളുടെ സഭയിൽ മദ്യം കുടിക്കുന്നവരില്ല. ഇനി അബദ്ധത്തിൽ വല്ലവരും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനോട് കാണത്തില്ല. പുകവലിക്കുന്നവരുണ്ടാകാം, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ അവൻ ഇവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവനെതിരെ നടപടിയുണ്ട്. ഇങ്ങനെ എത്ര ക്രൈസ്തവ സഭകളുണ്ട്? ബാറ് നടത്തുന്ന എത്ര ക്രൈസ്തവരുണ്ട് പേരുകൊണ്ട്? ഇല്ലേ? കേരളത്തിലെ മുന്തിയ പല ബാറുകളും ക്രൈസ്തവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ബാറിൻ്റെ ലേലം വിളി സംബന്ധിച്ച് എത്രയോ തർക്കങ്ങൾ പള്ളിക്കുള്ളിൽ നടക്കുകയാണ്. 1-2 അവിടുത്തെ മദ്യ മുതലാളിമാർ തന്നെ ആയിരിക്കും ഈ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് പെന്തക്കോസ്ത് സഭ എടുക്കുക, അവിടെ ഒരു ബാർ മുതലാളിയില്ല. നമ്മുടെ കുമ്പനാട് കൺവെൻഷൻ 100-ലേക്ക് കിടക്കുകയാണ്, AGയും 100-ലേക്ക് കിടക്കുന്നു, ചർച്ചകളും ഒക്കെ 100-ലേക്ക് കിടക്കുകയാണ്. ഈ 100 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കൺവെൻഷൻ്റെ സ്ഥലത്തുനിന്ന് എത്ര പെറ്റി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? എത്ര പെറ്റി കേസ് എടുത്തിട്ടുണ്ട്? എത്ര അടിപിടി കേസ് എടുത്തിട്ടുണ്ട്? ഈ മഹത്വമൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളുടെ ഗുണം ശ്രദ്ധിക്കുന്നില്ല. 100 കൊല്ലം പഴക്കമുള്ള നമ്മുടെ യോഗങ്ങൾ നടക്കുകയാണ്. ഈ യോഗസ്ഥലത്ത് നിന്ന് ഒരറസ്റ്റ് നടന്നിട്ടുണ്ടോ? ഒരു കേസ് എടുത്തിട്ടുണ്ടോ? എന്താ ഇല്ലാത്തെ? നമ്മുടെ ഗുണം കാണണ്ടേ? നമ്മുടെ ക്രിയാത്മകത കാണണ്ടേ? നമ്മുടെ സമർപ്പണം കാണണ്ടേ? ഇതൊന്നും ഇല്ലാത്ത നിലയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഏതോ ഒരു സമൂഹമാണ് നമ്മളെന്നൊരു ധ്വനി നിരന്തര പ്രസംഗങ്ങളിലൂടെ തലമുറയുടെ ഉള്ളിലേക്ക് ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചു വെച്ചു. ഇനി ഇത് തിരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ ജോലിയാണ്. അതിന് വേണ്ടത് സഭ ഒത്തൊരുമിച്ച് കൂടി പ്രസംഗകരെയാണ് ആദ്യം തിരുത്തേണ്ടത്. സഭയ്ക്കകത്ത് പറയേണ്ടത് പുറത്തു പോയി പറയുക, നാട്ടുകാരൻ കേൾക്കുക. അവിടെ ചെന്ന് നമ്മൾ തോമസ് വിളമ്പ് കണ്ടം പാസ്റ്റർക്ക് ഇന്ന കുഴപ്പമുണ്ടെന്ന് എവിടെ പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ തട്ടുക, അല്ലെങ്കിൽ പോയി പുറം ലോകത്തുനിന്ന് പ്രസംഗിക്കുകയാണ്. ഇത് ഗുണം ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ദോഷം. അതിൻ്റെ അർത്ഥം വിമർശനം വേണ്ടെന്നുള്ളത് വേണം. ഞങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അതൊക്കെ എഴുത്ത് മാധ്യമമാണ്. അത് വരിസംഖ്യ അടച്ച് വായിക്കുന്ന ആഭ്യന്തര ലോകത്ത് മാത്രം നിലനിന്ന ചർച്ചകളാണ്. പരോക്ഷമായൊരു ഭാഷയിൽ ഇതൊക്കെ എഴുതണം, പറയണം. പക്ഷെ അതിന് സ്വീകരിച്ച വഴികൾ ഇന്ന് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലായിപ്പോയി. ഇനി നമുക്ക് നമ്മുടെ യുവതലമുറയെ ഉറപ്പിച്ചു നിർത്താൻ, വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഇനിയുള്ള കാലത്ത് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, അവർ കല്യാണം കഴിച്ചതോ ഗൾഫിൽ പോയതോ അമേരിക്ക 2 പേരും ആണെന്ന് പറയുന്നതോ ദുബൈയിൽ 2 പേരും വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥർ, ഇതൊന്നും വിശ്വാസത്തിൻ്റെ ഉറപ്പല്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ആശ്വസിക്കാറായില്ല. അവിടെയുമുണ്ട് ഇത്തരം ചിന്തകളുടെ ഒരു വലിയ സ്വാധീനം. ഇന്ന് വളരെ വേഗം എത്തിസം വളരുന്നു. അത് യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ കണ്ണടച്ചിട്ട് കാര്യമില്ല. എത്തിസം മീൻസ് ഈ നിരീശ്വരത്വം വളരുന്നു വളരെ വേഗം. അവർ ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ശാസ്ത്രം പഠിപ്പിക്കുന്നു. സ്യൂഡോ സയൻസാണ് വാസ്തവത്തിൽ രവിചന്ദ്രനൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ് ആ കാര്യം.
സ്യൂഡോ സയൻസാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഗ്രേസെൽസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, ഗ്രേസെൽസ്. ആ ഗ്രേസെൽസിൻ്റെ ഒരു പരിപാടി താമസം പിന്നെ നമ്മളുടെ പുഴിക്കോലുള്ള കടുത്തുരുത്തിയിലെ ബനേസർ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് 29-ാം തീയതി. കുട്ടികൾക്കൊക്കെ വന്നവിടെ ചേരാം. 300 കണ്ടേ പ്രവേശനമുള്ളൂ. നമ്മുടെ ഇടയിലെ ആഴത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ച സഹോദരന്മാർ ഇത്തരം നിരീശ്വരന്മാർക്ക് മറുപടി കൊടുക്കുന്ന പരിപാടിയാണ്. ഇവരാരും അതുകൊണ്ട് വരാറില്ല. ഇത്തരം നിരീശ്വരന്മാരൊരു വേദിയിൽ വന്ന് നമുക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം പറയാൻ അവർക്ക് ത്രാണിയൊന്നുമില്ല. ഞാൻ ക്രമേണ പറയാം അതിൻ്റെ കാര്യകാരണങ്ങൾ. ഇനി ഞങ്ങൾ തന്നെ IBT മീഡിയ മാർച്ച് മാസത്തിൽ ഒരു മെഗാ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഏത് ചോദ്യം അവർക്ക് ചോദിക്കാം. ബൈബിള് എങ്ങനെ കാലത്തോട് സംവാദിക്കുന്നു, അത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഏറ്റവും കൃത്യതയോടെ സ്ഥാപിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പരിണാമ സിദ്ധാന്തവും നിരീശ്വരത്വവും കമ്മ്യൂണിസവും അനുബന്ധ സംഭവങ്ങളും ഇസ്ലാമും ഒക്കെ അവിടെ പരാമർശ വിഷയമാക്കുന്ന ഒരു ഗംഭീര പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. 1000 പേർക്ക് പ്രവേശനം. കോട്ടയത്താണ്. കോട്ടയത്ത് കളത്തിപ്പടിയുള്ള ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിലെ ഡേറ്റ് ഉറപ്പാക്കിയിട്ടില്ല. അത് മാർച്ചിലായിരിക്കും എന്നത് കാരണം കുട്ടികളുടെ പരീക്ഷ നോക്കിയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലാകും മാക്സിമം. എക്സാം നോക്കിയിട്ട് അങ്ങനെയാണ്. ഇതിനെത്തേം പറഞ്ഞു തരട്ടെ. സ്യൂഡോ സയൻസ് ഇന്ന് പഠിപ്പിക്കുന്നവർ ഒരു എക്സാമ്പിൾ പറയാം. ഈ ശാസ്ത്രം, അതിൽ സിദ്ധാന്തങ്ങളുണ്ട്, തിയറീസ്. അതിൽ ഹൈപ്പോത്തസീസ് ഉണ്ട്, അനുമാനങ്ങൾ. അതിൽ ലോ ഉണ്ട്. മൂന്ന് കാര്യമാണ്. ഒന്ന് സിദ്ധാന്തമാണ്. സിദ്ധാന്തം എന്നത് ഒരു വിഷയത്തെപ്പറ്റി ഒരു സ്കോളറുടെ, ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഏറ്റവും ആധികാരികമായ അന്വേഷണങ്ങളുടെ പരിണിതഫലമായി ഉരുത്തിരിഞ്ഞ കാഴ്ചപ്പാടാണ്. അത് വെറുതെ ഉണ്ടാക്കുന്നതല്ല. ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, സയൻറ്റിസ്റ്റ് മാത്രമല്ല സ്കോളേഴ്സ് എല്ലാം, ആ സിദ്ധാന്തം പക്ഷെ പ്രധാനമല്ല, ആത്യന്തികമല്ല. കാരണം മറ്റൊരു സയൻറ്റിസ്റ്റ് ഇതിന് വേറൊരു സിദ്ധാന്തം മെനഞ്ഞിട്ട് ഇതിൽ ഇന്ന ലൂപ്പ് ഹോളുകളുണ്ടെന്ന് ക്രിട്ടിസൈസ് ചെയ്യും. ഇനി രണ്ടാമത് മെനഞ്ഞ അതിൻ്റെ കുഴപ്പങ്ങൾ മറ്റൊരാൾ പറയും, ഇന്ന പ്രശ്നമുണ്ട്. ഇതിൽ കുറേയൊക്കെ ശരിയുണ്ട്, എവിടേക്കോ കുറേ തെറ്റുകളുമുണ്ട്. അപ്പോൾ ഇവർ രണ്ടും ചേർത്തിട്ട് അവയുടെ ഉള്ളടക്കങ്ങളെ സ്വാംശീകരിച്ചെടുത്തിട്ട് മൂന്നാമതൊരു ഉള്ളടക്കത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് ശരിക്കും ഹൈപ്പോത്തസിസ്. പല കാര്യം പഠിച്ചിട്ട് അന്തിമമായി നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിഗമനം. അതും പൂർണ്ണമല്ല. അത് മനുഷ്യൻ്റെ അന്വേഷണം മാത്രമാണ്. മനുഷ്യൻ്റെ ഒരു വിഷയത്തെപ്പറ്റിയുള്ള ഇൻ്റർപ്രിട്ടേഷനാണ്. ഇനി ലോ ഉണ്ട്. ലോ പക്ഷേ തെറ്റില്ല, അത് കറക്റ്റായിരിക്കും. കാരണം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളുണ്ട്, ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അത് എന്തോ വന്നാലും തെറ്റുകയില്ല, കാരണം അത് ലോയാണ്. അത് ന്യൂട്ടൻ ഉണ്ടാക്കിയതല്ല, നേരത്തെ ഉള്ളതാണ്, ദൈവം സൃഷ്ടിച്ച സംഭവമാണ്. അത് മാറ്റമില്ല. ഇപ്പോൾ ഇവല്യൂഷൻ തിയറി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രമല്ല, സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ കണ്ടെത്തലുകളുടെ ശരിതെറ്റുകൾ അതിലുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർക്കതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ നിരീശ്വരന്മാർ തയ്യാറാവില്ല. അതിൻ്റെ കാരണം ഇവരതിനെ സ്ഥാപിക്കുന്ന എങ്ങനെയാണെന്നറിയണ്ടേ. നിങ്ങളൊരു ഇത്തരത്തിൽ നിരീശ്വരന്മാരെ കൊണ്ട് നിർത്തുക. ഇവർ ബൈബിൾ എടുത്തിട്ട് ഇന്ന കുഴപ്പം ബൈബിളിലുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന കുഴപ്പം ബൈബിളുണ്ട് അത് പറഞ്ഞു. മറിച്ച് ഞങ്ങൾ ഇതിലെ ചില കുഴപ്പം അങ്ങോട്ട് ചോദിക്കുക, അതിനൊരു ആൻസർ ഇതാ, അത് പറയില്ല, നിൽക്കുകയില്ല, ചോദ്യത്തിന് ഉത്തരം കിട്ടത്തില്ല. ഇതാണ് ചെയ്യുന്നത്. അതായത് ഒരു ആർഗ്യുമെൻ്റ് സ്ഥാപിക്കാൻ അവരൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ആ ഉള്ളടക്കങ്ങളിലേക്ക് പാഞ്ഞു ചെന്ന് അതിൽ കുഴപ്പമുണ്ടെന്ന് പറയുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈസി ആയിട്ടൊരു വഴി പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന് പുറത്ത് ഒരു മരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. എന്താ മരുന്ന് ഞാൻ പറഞ്ഞു, ഹോമിയോ, സിദ്ധവൈദ്യമോ, മർമാണി ചികിത്സയോ, പിന്നെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. നിങ്ങൾ ആ ചികിത്സ നടത്തുന്ന ആളിൻ്റെ അടുത്ത് പോയി അതിൻ്റെ പേയ്മെൻ്റ് കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. ഇയാളുടെ ഒരു അരമണിക്കൂറത്തെ ക്ലാസ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുഴപ്പമാണ്.
ചേട്ടൻ ഈ മരുന്നിൻ്റെ ഗുണമൊന്ന് പറ. ഇംഗ്ലീഷ് മരുന്ന് കൊള്ളത്തില്ല, അത് ചെയ്യാതെ വന്നാൽ ഞങ്ങൾ ഇങ്ങനായത്, നിങ്ങളത് വിട്ടേച്ച് ഇതൊന്ന് പറയും. അവർ മിണ്ടുകയില്ല. സാൽബുറ്റാമോൾ കഴിച്ചാൽ ഇന്ന കുഴപ്പമുണ്ടായി, ഇന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ട്, കിഡ്നി അടിച്ചു, അങ്ങനെ ഇതൊക്കെ അറിയാം. പക്ഷെ നിങ്ങളുടെ മരുന്നിൻ്റെ ക്വാളിറ്റി ഒന്ന് പറയും. ഇത് നിരീശ്വരന്മാർക്ക് പറ്റില്ല, എത്തിസ്റ്റുകൾക്ക് പറ്റില്ല. പകരം അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ തത്വങ്ങളെയും സമീകരിക്കുക, ഈക്വലാക്കുക. പറയും മതമെല്ലാം വിഡിത്തമാണ്, മതമെല്ലാം സെയിമാണ്. മതമല്ല സെയിമാണോ? ഒരിക്കലുമല്ല. മതമല്ല ഒരിക്കലും സെയിമല്ല, ഒന്നല്ല. അതാദ്യം പഠിക്കുക. അത് വെറുതെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാക്കിയത്, സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ്. ഞാൻ അതിനൊരു തെളിവ് പറയാം, ഒരു വസ്തുത പറയാം. ഇന്ത്യയിലേക്ക് ഹിന്ദുയിസം വരുന്നത്, അത് പ്രബലമാകുന്നത് ആര്യ അധിനിവേശത്തോടെയാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 3 റിലീജിയൻസ് ഉണ്ട്, വലിയ മതങ്ങൾ. ഒന്നാം സ്ഥാനം ഹിന്ദുയിസമാണ്, രണ്ടാമത് ഇസ്ലാമാണ്, മൂന്നാമത് ക്രിസ്ത്യാനിറ്റിയാണ്. ഇത് 3ഉം പുറത്തുനിന്ന് ഒന്നാണ്. അല്ല, ഇത് ചില ആൾക്കാർ പറയുമ്പോൾ ഇതൊരു ഹിന്ദുരാജ്യമെന്ന് പറയും. ചുമ്മാതാണ്. ഇത് ഹിന്ദുരാജ്യമൊന്നും ആയിരുന്നില്ല. എന്നാണ് ഇത്? അത് ഞാൻ മറ്റൊരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ചോദ്യമുണ്ടല്ലോ അന്നേരം പറയാം, അല്ലെ വഴി വിട്ട് നമ്മൾ പോകും. അപ്പോൾ അവിടുന്ന് ഈ മതം ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കൂടുതലും പേർഷ്യൻ മതത്തിൻ്റെ ഒരു സ്വാധീനം അതിലുണ്ട്, പാർസികളുടെ സ്വാധീനം. ഈ പാർസികൾ നല്ല മനുഷ്യരാണ്, പാർസികൾ നല്ല മനുഷ്യർ. ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ വളരെ നല്ല മനുഷ്യരാണ്. സംശയം എന്തായിരിക്കുന്നു? വളരെ നല്ല മനുഷ്യർ, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. മുസ്ലിങ്ങളും നല്ല മനുഷ്യരാണ്, നമുക്കതിനകത്തൊന്നും ഒരു സംശയമില്ല. അവരുടെയൊക്കെ അടുത്തിടപെട്ട എത്രയോ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ മനുഷ്യരാണ് അവർ. എൻ്റെ വിമർശനം ഈ മനുഷ്യരെക്കുറിച്ചല്ല, ആ മനുഷ്യരുടെ വിശ്വാസ സംഹിതകളിൽ എനിക്ക് യോജിക്കാൻ വയ്യാത്ത ഇന്ന തത്വം കിടക്കുന്നു. ആ തത്വത്തെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുള്ളൂ. ആ മനുഷ്യൻ നമ്മളെ ഒരിക്കലും എതിരല്ല. അതാണ് ചില ആളുകൾ കണ്ടില്ലേ ഫേസ്ബുക്കിൽ, ഇപ്പം നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും കൂടെ ഒരുമിച്ച് നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇവരിങ്ങനെയാണ്, ഇവർ ഭയങ്കര, അവരടിക്കാൻ പറ്റുമോ കണ്ടു കഴിഞ്ഞാൽ? അവരങ്ങനെ വേണം, അത് മനുഷ്യത്വമാണ്. മനസ്സിലായില്ലേ? BJPയുടെ ഒരു നേതാവും അല്ലെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ടാൽ അവർ തല്ലാൻ പറ്റുമോ? അത് പാടില്ല, അത് മനുഷ്യത്വമല്ല. അവരൊരുമിച്ച് യാത്ര ചെയ്യുകയോ വിവാഹത്തിൻ്റെ സംബന്ധിക്കുകയോ ഇതൊക്കെ കണ്ടിട്ട് ഇത് ഫേസ്ബുക്കിലിട്ടിട്ട് ആഘോഷിക്കുന്നുണ്ട്. എന്തൊരു വിഡിത്തം അത്! നമുക്ക് ശത്രുവില്ല, മനുഷ്യനത് ചെയ്യാൻ പാടില്ല. ഐഡിയോളജിക്കലി നമുക്കെതിരുണ്ട്. അതാണ് അവിടെ വാസ്തവത്തിൽ. ഇതെന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഈ പേർഷ്യൻ മതസ്ഥർ പൊതുവെ നല്ല മനുഷ്യരാണ്. കാരണം അവർക്ക് ദൈവം എന്ന് പറയുന്ന അഗ്നിയാണ്, വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ ദേവൻ അവരിട്ടിരിക്കുന്ന പേര് അഹൂരമസ്ദ എന്നാണ്. അഹൂരമസ്ദ, ചുരുക്കെടുത്ത് അഹുര എന്ന് പറയും. അഹുര, ഗോഡ് അഹുര. ഈ ഗോഡ് അഹുരയുടെ ഓപ്പോസിറ്റ് ഒരു ഇരുട്ടിൻ്റെ ദേവനുണ്ട്, അയാളെ വിളിക്കുന്ന അഹ്രിമാൻ എന്നാണ്. ഇവർ തമ്മിലുള്ള ഫൈറ്റാണ് അവരെ സംബന്ധിച്ചോളം ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ. ഈ ഇരുട്ടിൻ്റെ ദേവൻ ഇരുട്ടിൻ്റെ മക്കളെയും അധർമ്മികളെയും, വെളിച്ചത്തിൻ്റെ ദേവൻ വെളിച്ചത്തിൻ്റെ മക്കളെയും കൺട്രോൾ ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ ഇവരെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ചിന്തയെ. സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഇരുളതിനെ പിടിച്ചെടുത്തില്ല എന്നൊക്കെ പറയുന്നത് ഇവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇവരെ ആളുകൾ ഒത്തിരിയുണ്ട്. നിങ്ങൾ കണ്ട വെളിച്ചമല്ല, സത്യവെളിച്ചമുണ്ട് ഇതിന് പുറത്ത്. അവരുടെ വെളിച്ചം സൂര്യനോ അഗ്നിയോ ഒക്കെ അവരുടെ ദേവനാണ് ആ സങ്കല്പങ്ങൾ. അപ്പോൾ അവിടെ അവരാരാധിച്ചു കൊണ്ടിരുന്ന ശക്തികൾ ഇന്ത്യയിൽ വന്നപ്പോൾ കടകം മറിഞ്ഞിട്ട് അവിടെ ദുഷ്ടശക്തികളായി അവർ കണ്ടവർ ഇവിടെ ദൈവങ്ങളായി. അവിടെ അവർ ആരാധിച്ച അഹുര ഇവിടെ വന്നപ്പോൾ അസുരന്മാരായി. അവരുടെ ദൈവങ്ങൾ ഇവിടെ അസുരന്മാരും, അവിടുത്തെ മോശപ്പെട്ട മനുഷ്യർ ഇവിടെ ദൈവങ്ങളുമായി. മറ്റു വാക്കി പറഞ്ഞാൽ ഈ നമ്മളുടെ രാവണൻ അവിടെ വലിയ ആരാധിക്കപ്പെടുന്ന ആളാണ്. അവർക്ക് പുഷ്പവിമാനം സ്വന്തമുള്ള ആളാണ്, 10 കൈയുണ്ട്, പവർഫുള്ളാണ്, ഈസ് ബ്രില്യൻറ്റ്, തലയുണ്ട്. രാമയാണ് അവർക്കെതിര്. അപ്പോൾ ഈ മതം ഒന്നാവുമോ? മതം എങ്ങനെ ഒന്നാകുന്നേ? ഒരു മതം അരുതെന്ന് പറയുന്നത് മറ്റൊരു മതം ചെയ്യുന്നു. എങ്ങനെ മതം ഒന്നാകുന്നേ? ഒരിക്കലും ഒന്നാവത്തില്ല, സാധിക്കുകയില്ല. അതുകൊണ്ട് മതസൗഹാർദ്ദം എന്നൊരു പദവും തെറ്റാണ്. മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൂടി ഇരുന്ന് പായസമൊക്കെ കുടിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോരാം. അതിൽ നമുക്ക് പ്രായോഗികം മനുഷ്യ സൗഹാർദ്ദമാണ്, വിശ്വാസം വേറെയാണ്. അവ തമ്മിലുള്ള ഒരു മിക്സിങ് പ്രായോഗികമല്ല. അതിനകത്ത് അടി വെക്കണമെന്നല്ലെന്ന്, മറിച്ച് ഇതിന് നമ്മളുടെ വിശ്വാസപരമായ ഐഡൻറ്റിറ്റി സെപ്പറേറ്റാണ്. അതാദ്യം ഉൾക്കൊള്ളാതെ ഇതെല്ലാം ഒന്നാന്ന് പറഞ്ഞാൽ, ഞാൻ എന്നോട് സുഹൃത്ത് പറഞ്ഞാണ്, വളരെ തീവ്രതയോടെ ഇടപെടുന്നൊരു ഹിന്ദു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അവനിത് ക്രിസ്ത്യാനിറ്റി എന്ന് കേട്ടാൽ ഭയങ്കര വെറുപ്പാണ്. നമ്മുടെ എൻ ഗോപാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞല്ലാണ്, ശശികല ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു, ഭയങ്കര വെറുപ്പാണ്. അവസാനം പുള്ളി പറഞ്ഞു, ഇതെല്ലാം ഒന്നാണ്, നിങ്ങളത് അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നാണെ പിന്നെ ഈ തല്ലണ്ട വല്ല കാര്യമുണ്ടോ? മനുഷ്യനെ ഉപദ്രവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നല്ലേ. IPC ഒന്ന്, അപ്പുറത്തെ ഇതെല്ലാം ഒന്നാണെ പിന്നെ ഈ ബോംബിടേണ്ടൊക്കെ കാര്യമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇതൊന്നല്ലെന്ന് നിങ്ങളുടെ ഉള്ളം തന്നെ പറയുന്നുണ്ട്. ഒന്നല്ല, കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. ഇപ്പം എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? നിരീശ്വരന്മാരുടെ ഒരു പരിപാടി ഈ വിശ്വാസികളെ എല്ലാം ഒരു തട്ടകത്തിൽ കൊണ്ടുവന്നിട്ട് മതമേ വിഡിത്താണ്, ആത്മീയത മുഴുവൻ കുറ്റാണ്. അതുകൊണ്ട് ഈ മതം പഠിച്ചു കഴിഞ്ഞാൽ, മതം പഠിക്കാതിനകത്ത് മദ്രസ ഉൾപ്പെടുത്തും, മറ്റേ ക്ഷേത്രങ്ങളിലെ പട്ടണം ഉൾപ്പെടുത്തും, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ തലക്കിട്ട് അടിച്ചിട്ട് പറയും ഇത് കൊള്ളത്തില്ല. ഈ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്നൊരു കുട്ടിക്ക് തോന്നും ഇവരേറ്റവും ആദർശവാന്മാരാണ്. അടുത്തത് പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രമാണ് പഠിക്കേണ്ടത്. ഇവിടെ നടത്തിയ പരിപാടിയുടെ ഹെഡിങ് തന്നെ ലെറ്റ് ദി എവിഡൻസ് ഗൈഡ്, തെളിവുകൾ നയിക്കട്ടെ എന്നായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആ ചർച്ച ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവർക്കൊരു തെളിവ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. വളരെ ദുർബലമായിരുന്നു അവരുടെ വാദങ്ങൾ. അത് കിടപ്പുണ്ട് ഫുൾ വീഡിയോ. അത് ഫുൾ വീഡിയോ ഇടത്തില്ലായിരുന്നു, ഒത്തിരി പറഞ്ഞു കഴിഞ്ഞായിട്ട് എഡിറ്റ് ചെയ്യാത്ത ഫുൾ വീഡിയോ ഇടാൻ ആൾക്കാർ സമ്മർദ്ദം ചെലുത്തിപ്പോൾ ഇടേണ്ടി വന്നു. അല്പം കട്ട് ചെയ്തിട്ട് സംഗതി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ചെയ്തേ. അപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് അറിയണ്ടേ എൻ്റെ സഹോദരങ്ങളെ? ഇങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നമ്മളെ പറ്റി പഠിക്കണം. ഞാനവിടെ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഈ സയൻറ്റിഫിക് ടെമ്പർ ഇത്രയും വാദിക്കുന്ന ആളുകളൊരു കാര്യം മനസ്സിലാക്കിയോ? ലോകത്ത് ശാസ്ത്ര വിജ്ഞാന രംഗത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകാര്യത നോബൽ സമ്മാനമാണല്ലോ ഏറ്റവും കൂടിയത്. ഈ നൊബേൽ സമ്മാനം ലഭിച്ച ആളുകളുടെ കണക്കെടുത്താൽ 69% ക്രൈസ്തവരും ജൂതന്മാരുമാണ്. ശാസ്ത്രത്തിനുള്ള നമുക്ക് കിട്ടിയത് 69% നമ്മളെ. ഇനി നിരീശ്വരന്മാരെ കണക്ക് കേൾക്കണോ? 9%. അതും സയൻസിനല്ല, ബയോളജിക്കോ കെമിസ്ട്രിക്കോ ഒന്നും അല്ലെന്ന്, മറിച്ച് നോവൽ എഴുതിയതിനാണ്, കഥ എഴുതിയതിനാണ്. ആ നിങ്ങളാണ് ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ വരിക. എന്തൊരു ദുർബലമാണ്. നിങ്ങളറിയാം, ലോകത്തിന് ഭാഷയുടെ സംഭാവന നൽകിയത് ക്രൈസ്തവരാണ്. ഈ കോവിഡ് കാലത്തും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു നമ്മളെല്ലാം. ആരും വയലിറങ്ങി പണിതല്ല. ആ കൃഷി സങ്കല്പമൊക്കെ പോയി. വയലിൽ പണിതാൽ തന്നെ നമ്മൾ ചെയ്യുന്ന പരമ്പരാഗത കൃഷി രീതികൾ കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്ത് യന്ത്രവൽകൃതമായ ഒരു കൃഷി സമ്പ്രദായം ലോകത്തിന് ആവിഷ്കരിച്ചിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ജനിതഘടനയ്ക്ക് മാറ്റം വരുത്തി അത് സംയോജിപ്പിച്ച് കൂടുതൽ ഉൽപ്പന്നം രുചികരമായി തരുന്ന ശാസ്ത്രവിദ്യ ഉണ്ടല്ലോ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, ഇത് സമൂഹത്തിന് പ്രദാനം ചെയ്താരാ? ലോഹ ധരിച്ചൊരു പുരോഹിതനാ, ഗ്രിഗർ മെൻഡലാണ് സയൻറ്റിസ്റ്റായിട്ടുള്ള. പേപ്പട്ടി വിഷം, അതിന് വാക്സിൻ കണ്ടെത്തുന്നാരാ? രക്ഷാനുഭവമുള്ളൊരു ദൈവവൈതല. നാം അനുഭവിക്കുന്ന വൈദ്യുതിയുടെ പിതാവാരാ? ഒരു പാസ്റ്ററാണ്. ഇങ്ങനെ എത്ര പേരെ കേൾക്കണം? ഇനി ശാസ്ത്രജ്ഞന്മാരുടെ ഏറ്റവും ആ നിരയിലെ ഒന്നാമനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഐസക് ന്യൂട്ടൻ ആരാ? ഐസക് ന്യൂട്ടൻ ആരാന്ന് കേട്ടു? രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് യേശുവിൻ്റെ പുനരാഗമനം കാത്തിരിക്കുകയും ബൈബിളിലെ വെളിപ്പാട് ദാനിയേൽ കൃതികൾക്ക് വ്യാഖ്യാനം എഴുതുകയും ചെയ്ത ഒരു ദൈവദാസനാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഇവരെല്ലാം പൊട്ടന്മാരും കോട്ടയത്തും എറണാകുളത്തൊക്കെ സമ്മേളനം നടത്തുന്ന ഈ കുട്ടികളെല്ലാം ഭയങ്കര ജ്ഞാനികളും എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു കുഴപ്പമുണ്ടേ. ഇവരൊക്കെ ആദ്യം ഇത് കേൾക്കുന്നത്. ഞാൻ ന്യൂട്ടൻ്റെ പുസ്തകമൊക്കെ ആയിട്ടാണ് പോയത്, എൻ്റെ ഉണ്ടത്. ന്യൂട്ടൻ്റെ ഈ പുസ്തകം ഞാൻ ആ കമ്പനിക്ക് എഴുതി എത്ര രൂപ വേണമെങ്കിലും തരാം,
എൻ്റെ അമേരിക്കയിലുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് പോയിട്ട് എനിക്ക് മേടിച്ച് തരണം, ഈ കമ്പനി തന്നെ മടുത്തിട്ട് എനിക്ക് സൗജന്യം അയച്ചു തരികയായിരുന്നു എൻ്റെ ശല്യം കാരണം. ഈ മെയിൽ അയച്ചയച്ച് കാരണം പഴയ കോപ്പികളൊന്നും കിട്ടാനില്ല. അങ്ങനെ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ പണം വേണ്ടെന്നും പറഞ്ഞവർ താങ്ക്സ് ലെറ്ററൊക്കെ എനിക്ക് എഴുതി ഇങ്ങോട്ട്. അങ്ങനെ ശല്യം ചെയ്ത ഇങ്ങനെയുള്ള ഗുണമുണ്ട്. അപ്പോൾ പറഞ്ഞു വെച്ചത് എന്താണ് ഈ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിന് കൊടുത്ത സംഭാവന, ഭാഷയ്ക്ക് കൊടുത്ത സംഭാവന, അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ കേൾക്കണം. നമ്മൾ ചോദിക്കും മതപഠനം വേണോ? മതപഠനം വേണോ? സൺഡേ സ്കൂൾ വേണോ? ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ വേണോ? എന്തിനാ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ? ഈ ലോക യുദ്ധങ്ങൾ, ഒറ്റപ്പെട്ടതും മഹായുദ്ധങ്ങൾ തന്നെ, അതിനെ തന്നെ വിടാം. അതിന് മുമ്പ് യുദ്ധങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. ഈ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് നശിക്കുന്നത് പുരുഷന്മാർ മരിച്ചു പോകും. കാരണം യുദ്ധത്തിൽ പുരുഷന്മാരെല്ലാം പോകണം കൂടുതലും. സ്ത്രീകൾ അവശേഷിക്കും. അവശേഷിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ സ്ത്രീകൾ സംരക്ഷണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിക്കാൻ വരുമ്പോൾ സുരക്ഷിതത്വമുള്ളൊരു പുരുഷൻ്റെ കൂടെ പോവും. അവർ പോയി ഈ കുട്ടി ഒറ്റപ്പെടും. ആരുമില്ല എന്നെ കൊണ്ടുപോകാൻ. ഇങ്ങനെ തെരുവിലെല്ലാം ഇംഗ്ലണ്ടിലെല്ലാം അലഞ്ഞ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ കുറേ കഴിഞ്ഞ് തെരുവ് ഗുണ്ടകളാകുമായിരുന്നു. അവിടെ മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു. കാരണം അവരെ പരീക്ഷിക്കാൻ ആരുമില്ല. ഇതിൽ വേദന തോന്നിയ റോബർട്ട് റൈക്സിനെ പോലൊരു മനുഷ്യൻ ഇത്തരം കുഞ്ഞുങ്ങളെ കണ്ട് സംരക്ഷിച്ച് സൂക്ഷിച്ച് പാലും പെണ്ണും ഒക്കെ വാങ്ങിക്കൊടുത്ത് പള്ളിക്കകത്ത് കയറ്റി. അപ്പോൾ പള്ളി എതിരാ. കാരണം ഈ ബഗേഴ്സിനെല്ലാം അകത്ത് കയറ്റുകയാണോന്നാണ് ചോദിച്ചത്. അന്ന് റെൻ്റ് കൊടുത്തു പള്ളിക്ക്. പള്ളിയെല്ലാം വൃത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ചാപ്പൽ. ഈ കുട്ടികളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അങ്ങനെ ലോകമഹായുദ്ധങ്ങൾ തകർത്തെറിഞ്ഞ, നാഗരികതയെ കെട്ടിപ്പോക്കിയ മഹത്തരമായൊരു പ്രവൃത്തിയുടെ പേരാണ് സൺഡേ സ്കൂൾ. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന റെക്കോർഡുണ്ട്, ഓർക്കണം. വലിയ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്, വലിയ പ്രവൃത്തി. കുടുംബം മുഴുവൻ നശിപ്പിച്ച ഇടത്ത് ആ കുടുംബം പണിയണമെന്ന് പഠിപ്പിച്ച മഹത്തര ശുശ്രൂഷയാണ് ഓരോ സൺഡേ സ്കൂൾ അധ്യാപനം ചെയ്യുന്നത്. മറ്റൊന്ന് മദ്രസയിൽ പഠിപ്പിച്ചാൽ സർക്കാർ വേണ്ട ആനുകൂല്യമൊക്കെ തരും. അങ്ങനെയൊക്കെയാണ് അവരുടെ കുട്ടികളെ വിവാഹം കഴിപ്പിക്കാനും ഒക്കെ മദ്രസ ബോർഡും ഒക്കെ ഉണ്ട്. സൺഡേ സ്കൂൾ പഠിപ്പിച്ചാൽ പാസ്റ്റർ വഴക്ക് വേറെ, നേരത്തെ വരാഞ്ഞൻ അനുവഴക്ക് വേറെ. പ്രത്യേകിച്ച് എന്ത് ചെയ്താലും വലിയ ശ്രദ്ധ കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോഴും ഓർത്തോണം, ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കണം. നമ്മൾ ആരെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. സ്തോത്രം. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് കാണല്. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. സന്തോഷമാണോ? എന്നെ സംബന്ധിച്ചുള്ള ഒത്തിരി ആത്മവേദന എനിക്ക് ഇത്തരം കാര്യങ്ങളിലുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ച് നാൾ. ബാംഗ്ലൂർ വലിയ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പോയതാണ്. നമ്മുടെ കുട്ടികൾ ലവ് ജിഹാദിലുമൊക്കെ അകപ്പെട്ട് തട്ടമൊക്കെ ഇട്ട് രൂപവും ഭാവമൊക്കെ മാറിപ്പോയ ഒത്തിരി കുഞ്ഞുങ്ങൾ. അതിൽ കാത്തലിക്സാണ് കൂടുതൽ. മറ്റ് സഭയിൽപ്പെട്ടവരുണ്ട്, പെന്തക്കോസ്തുമൊക്കെ ഉണ്ട്. ഈ കുട്ടികളെയൊക്കെ കണ്ട് ചിലരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവസരം കിട്ടി. അവരെ കുറേ പേര് പോയി, ചിരിയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മളെ വഴിതെറ്റിക്കുന്ന 100 ചോദ്യങ്ങളോടാണ് അവർ വരുന്നത്. നമ്മളെപ്പോലല്ല. സത്യത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യം വിശ്വാസം സ്വീകരിച്ചത് ഞാനും എൻ്റെ അമ്മയാണ്. ഒത്തിരി കഷ്ടപ്പാടുകൾ നടുവിലും യേശുവിനെ വിട്ടുപോകാൻ എനിക്കോ അമ്മയ്ക്കോ തോന്നിയില്ല. അമ്മയ്ക്ക് അറിവെന്നുള്ള ആളല്ല. അമ്മയ്ക്ക് തൃത്വം എന്താ, മഹോദരവകാലം എന്താ, അല്ലെങ്കിൽ 2 സാക്ഷിയാരാ ഒന്നും അറിയില്ല. സിയോൻ ഗീതാവലി നോക്കി പാടാനറിയാം, ബൈബിൾ വായിക്കാനറിയാം, വേറൊന്നും അറിയത്തില്ല. അത് സിയോൻ ഗീതാവലി ഒഴിച്ച് വേറൊരു പുസ്തകം കൊടുത്ത അമ്മയുടെ വിചാരം ബൈബിളിൻ്റെ കൂടെ കിട്ടിയ സാധനം ആ സിയോൻ ഗീതാവലി എന്നാണ്. മനസ്സിലായില്ല? അത് തന്നെ വേണം. ആ എഴുതിയ ഈ ആയുടെയൊക്കെ ഇങ്ങനെ നീളത്തെ എഴുതിയേക്കുന്ന പഴയൊരു ഡിസൈൻ ഇല്ല, അത് തന്നെ കിട്ടണം. അല്ലേ പ്രശ്നമാണ്. പാട്ടൂസം എന്ന് പറഞ്ഞാൽ ഇതാ സങ്കല്പം. അങ്ങനെയാണ്. ഞാനൊരിക്കൽ POC ബൈബിൾ മേടിച്ചു വെച്ചാൽ പറഞ്ഞു, ഇതൊന്നും ഈ വീട്ടിൽ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. POC വളരെ നല്ല പരിഭാഷയാണ്, പക്ഷേ അമ്മ സമ്മതിക്കില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അമ്മ എന്താ വിശ്വാസി എന്ന് പോകാത്തേ? അല്ല, ഇവിടെ ഇരിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരായിട്ടാണ് പോകാത്തേ? എന്താ പോകാത്തേ? നമുക്കൊരു അനുഭവമുണ്ട്. കർത്താവിനെ പറ്റി ഒരു നിമിഷം പോലും സംശയം നമുക്കില്ല. ഒരു സംശയമുള്ള ആരുമല്ല ഇവിടെ ഇരിക്കുന്നത്. വിശേഷിച്ച് പ്രായമുള്ള ദൈവമക്കൾ. സംശയമില്ലെന്ന്. ഞാനിപ്പോഴും കർത്താവിനോട് സംസാരിച്ചില്ലേ, അവനെ ഞാൻ കണ്ടില്ലേ,
അവിടുത്തെ ശബ്ദം ഞാനിവിടെ കേട്ടല്ലോ. എനിക്ക് സംശയമില്ല, തലമുറ പക്ഷേ അങ്ങനെ അല്ലെന്ന്. മനസ്സിലായോ? നമ്മളും കുറ്റവാളികളാ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചതൊക്കെ എന്തിനാണെന്നറിയണ്ടേ? ജർമ്മനിക്ക് പോകാൻ, ഗൾഫിന് പോകാൻ, IT പാസ്സാകാൻ, പരീക്ഷ പാസ്സാകാൻ. ഞാനും അങ്ങനല്ലേ, നിങ്ങളെല്ലാം അങ്ങനല്ലേ? നമ്മളെ വിചാരം ഭാവി എന്ന് പറഞ്ഞാൽ ദുബൈയിൽ പോകുന്ന, അമേരിക്കക്കാരൻ പെണ്ണിനെ കെട്ടുന്ന, അല്ലെങ്കിൽ പെണ്ണ് വരുന്നവൻ, പെണ്ണ് നേഴ്സ്, വിടുത്തുകാരൻ പയ്യനെ കെട്ടുന്ന. അതൊക്കെ വേണം. അത് നമുക്ക് ദൈവം തന്ന അനുഗ്രഹം. അതൊന്നും മോശമായിട്ട് ഞാൻ കാണുന്നില്ല. അതിന് അങ്ങനെയൊക്കെ കുട്ടികളെ വിടാവൂ. വേറെ ചിലകൂടെ പറയാം. അപ്പോൾ ഒരു മറുവശമുണ്ട്, അത് വേദനയോടെ പറയാം. എത്ര പേര് മക്കൾ ആത്മനിറവൻ ജീവിതം നയിക്കാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ തോന്നിട്ട് പറഞ്ഞോ, കുഞ്ഞ് അന്യഭാഷയിൽ ആരാധിക്കുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് പറഞ്ഞോ? കുഞ്ഞുങ്ങൾ പറയാറുണ്ട് കേട്ടോ. എനിക്കും നിങ്ങൾക്കും എന്ത് ഈ വേദന തോന്നാൻ? അതല്ലേ പ്രധാനം. അന്യഭാഷയിലും ആത്മാവിലും ആരാധിച്ചാൽ UK US ഇതൊക്കെ നമ്മൾ ആഴ്ച പോയി വരുന്നത് വേറൊരു കാര്യം. അങ്ങനെയാ? അത് കിടക്കട്ടെ, അതൊന്നും പ്രധാനമല്ലെന്നേ. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോവും. ഇനി ഒരു കാര്യം കൂടെ, ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ പറയാതിരിക്കാൻ തരമില്ല. ടൗണുകളിൽ നിന്ന് ക്രൈസ്തവർ അപ്രത്യക്ഷമാകുന്നു. കേരളത്തിലെ ടൗണുകളിൽ നിന്നേ ക്രൈസ്തവ സാന്നിധ്യം അപ്രത്യക്ഷമാകുന്നു. ആൾ പറയാറുണ്ട്, UK പള്ളി വിൽക്കാനിട്ടിരിക്കുന്നു. ആശങ്കപ്പെടണ്ട. സമാനമായ കാലാവസ്ഥയിലേക്ക് കേരളത്തിലൊരു മാറ്റം വന്നിരുന്നുണ്ട്. ടൗണിൽ എത്ര ഹോട്ടലുണ്ട്, ടൗണിൽ എത്ര കടകളുണ്ട്. എന്താ വേറെ ആരും അടിച്ചു മാറ്റുമെന്നല്ല കേട്ടോ. ഞാൻ മറ്റു മതസ്ഥരെക്കുറിച്ചൊന്നും മോശം പറഞ്ഞല്ല. എന്താ കാര്യം എന്നറിയണ്ടേ? 2 കുട്ടികളാണ്. 2 കുട്ടികൾ മതി ശാസ്ത്രത്തിൻ്റെ പിന്നാലെയുള്ള ആ വലിയ പരക്കം പാച്ചിലിൽ ആഹാരം തരാനില്ലാതെ കന്നുകാലിയെ വളർത്തി 5-8 പേരെ പരിപാലിച്ചാണ് നമ്മുടെ അപ്പനും അമ്മയും. നമുക്കിന്ന് ഇതെല്ലാം ഉണ്ട്. പക്ഷെ 2 കുട്ടി, ഈ 2 കുട്ടിയിൽ ഒരാൾ നേഴ്സല്ലേ, ഡോക്ടർ, അല്ലേ IT മേഖലയിൽ, അല്ലേ എൻജിനീയർ. അവർക്കിവിടെ നല്ല ജോലിയില്ല, അവർ പറക്കും. വീട് ഇവിടെ കിടക്കുകയാണ്. ഈ വീട് താമസം പിന്നെ വിറ്റിട്ട് ഇവനും അങ്ങ് പോകും. ഇനി കല്യാണം കഴിപ്പിക്കുമ്പോഴെങ്കിലും പാസ്റ്റർമാർ പറയണം, നിർബന്ധമായിട്ടും പറയണം, നമുക്ക് 3-4 മക്കളുണ്ടാകണം. ഞാൻ ബഹുമാനപ്പെട്ട ഒരു കത്തോലിക്ക പിതാവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ഇവിടെ ഒരു മീറ്റിങ്ങിന്, എനിക്ക് അവരുടെ ഇടയിലൊക്കെ ക്ലാസ്സും ഒക്കെ ഉണ്ട്, മീറ്റിങ്ങൊക്കെ ഉണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലാണ്. എനിക്ക് ഡോക്ടറിനില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എൻ്റെ ഡോക്ടറിനുണ്ട്, അവർക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ മറ്റു ചില കാര്യങ്ങളിൽ അങ്ങനെ സഹകരിക്കുന്നത്, അതും പിന്നെ പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, പിതാവേ മക്കളില്ലാതെ വരുന്നേ? അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, 2 കുട്ടികളുടെ സ്ഥാനത്ത് 3 കുട്ടികളുണ്ടായാൽ 3-ാമത്തെ കുട്ടിയുടെ +2 വരെയുള്ള ചിലവ് സഭ വഹിക്കും. ഇപ്പോൾ അത് മാറ്റി 4 കുട്ടികളുണ്ടെങ്കിൽ 4-ാമത്തെ കുട്ടിയുടെ മുഴുവൻ പഠന ചിലവും ചർച്ച വഹിക്കും. ഇനി ഇവരുടെ ഈ മാമോദീസ അടക്കമുള്ള കാര്യത്തിന് ഈ ബിഷപ്പുമാർ നേരെ പോകും, അച്ഛന്മാരല്ല. അങ്ങനെ വലിയ പ്രോത്സാഹനമായി. അത് വിജയിക്കുന്നുണ്ടോ എന്ന് പോകണ്ടെന്നാണ് പറഞ്ഞത്. കുട്ടികൾ വേണം. ഒരു 3-4 കുട്ടിയുണ്ടുള്ള ഗുണം എന്താ? 2 പേര് പോട്ടെ അമേരിക്ക, ഒരുത്തനിവിടെ നിന്നതൊക്കെ നോക്കട്ടെ, അപ്പനെയും അമ്മയും കൂടെ നോക്കട്ടെ, വീടുമൊക്കെ നോക്കട്ടെ, പരീക്ഷിക്കട്ടെ. അവന് വേണ്ട കാര്യമൊക്കെ ഈ പോയവരോട് ചെയ്താൽ ഈസിയായിട്ട് നടക്കില്ലേ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളില്ലാത്തത്, ഞാൻ കല്യാണം നടത്തിയാൽ ഇവരോട് കൃത്യമായിട്ട് പറയും, നിങ്ങൾക്ക് മക്കളുണ്ടാകണം. മക്കൾ കൂടുതലുണ്ടാകുന്ന അനുഗ്രഹമാണ്. അപ്പോൾ ചിലക്കത് കേൾക്കുമ്പോൾ അപരിഷ്കൃതരായിട്ടാണ് ആളുകളെ തോന്നുന്നത്. അപരിഷ്കൃതരായൊരു മനുഷ്യൻ്റെ ശാസ്ത്രബോധമില്ലാത്ത ഒരു വാക്ക് ഇതായിട്ടാണ് കാണുന്നത്. സ്തോത്രം. അപ്പോൾ എനിക്ക് 3 മക്കളാണുള്ളത്. എനിക്ക് 3 മക്കളുണ്ടായിട്ട് ആളുകൾ എന്തോ കുറ്റവാളിയെപ്പോലെയാണ് കാണുന്നത്. മനസ്സിലായിക്കോണം. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നേരിട്ട വലിയ വിഷയമാണ്, വലിയ പ്രശ്നമാണ്. ഞാൻ ഒത്തിരി ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ നമ്മുടെ കുട്ടികളെ ബിൽഡപ്പ് ചെയ്യാൻ, സ്പിരിച്വലായിട്ട് നിലനിർത്താൻ, കാരണം നമ്മളിങ്ങനെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണാം, നമ്മൾ പറഞ്ഞിരുന്നതാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന്
10 കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി പോയി ഒരു സാങ്ഷന് ചെന്നാൽ പോലീസ് തരികയില്ലായിരുന്നു. 12 മണിക്ക് കഥകളി, 1 മണിക്ക് യേശുദാസിൻ്റെ കച്ചേരി, ഇതിനൊന്നും നിയമതടസ്സമില്ല. നമ്മൾ വീട്ടിൽ യോഗം നടത്തണമെങ്കിൽ എന്തൊരു പാടായിരുന്നു. പക്ഷേ ഇന്ന് പോലീസുകാർ പുറകെ സാങ്ഷൻ തന്നു വരിക, നിങ്ങളിതങ്ങ് നടത്താനാണ് പറയുന്നത്. നമ്മൾ നടത്ത്. കാരണം പ്രായോഗികമായി കേരളക്കരയെ കാട്ടിക്കൊടുത്ത മാർഗമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹിക തിന്മകൾക്കുമെതിരെ ഏറ്റവും പ്രായോഗികമായി ഒരു ജനതയെ ലക്ഷക്കണക്കിന് ആളുകളെ വാർത്തെടുത്തൊരു മാർഗമാണ് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗം. സ്തോത്രം. ഈ മാർഗം ഇങ്ങനെ നിൽക്കണ്ടേ? ഈ സമൂഹം ഇങ്ങനെ നിൽക്കണ്ടേ? നമ്മൾ സമൂഹത്തിൻ്റെ കറക്റ്റീവ് ഫോഴ്സാണ്. നേരായ വിധത്തിൽ സമൂഹം പോകണമെന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. ആ ബോധം നിൽക്കണം. അപ്പോൾ ഞാനൊരു കാര്യം മുമ്പ് പറഞ്ഞു, എൻ്റെ പ്രശ്നം ശബ്ദം കൂട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്താ പറ്റുന്നല്ലേ, ഇവർക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിരന്തരം സംസാരിച്ച് ഇത് എന്താ സംഭവിക്കുന്നത് എനിക്കും അറിയാം, അത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, അതേ ഉള്ളൂ. അദ്ദേഹത്തിന് അതറിയാം. ഈ ശബ്ദം കൂടുമ്പോൾ ഇത് ഇങ്ങനെ വരുന്ന അദ്ദേഹത്തെ നോക്കരുത്. ഈ ആവേശം കയറുമ്പോൾ ഞാൻ ഇച്ചിരി ശബ്ദം എടുത്തു പോയതുകൊണ്ട് വരുന്നതാണ്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ തലമുറയെ ഈ വിധത്തിലൊന്ന് ബിൽഡപ്പ് ചെയ്യാൻ ഇനിയുള്ളൊരു കാലം പരിശ്രമിക്കണം. അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ നേരിടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത് ഉത്തരം പറയാനാണ് നമ്മൾ പ്രാപ്തരാകേണ്ടത്. അതിലേറ്റവും പ്രബലമായ ഒരു വിഷയത്തെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അത് വിശുദ്ധ ത്രിയേകത്വമാണ്. ട്രിനിറ്റി, ഹോളി ട്രിനിറ്റി. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സന്തോഷമാണോ? വിശുദ്ധ ത്രിയേകത്വം, ചുരുക്കത്തിൽ നമ്മൾ തൃത്വം എന്ന് പറയാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. കൃത്യമായി പറയേണ്ടത് ത്രിയേകത്വം എന്നാണ്. മിക്ക ആളുകൾക്കും ഈ ത്രിയേകത്വം അഥവാ തൃത്വം എന്നറിയില്ല. വികാസന്മാരോട് പോലും ചോദിച്ചാൽ ചിലർക്കത് അറിയാൻ പറയാനറിയില്ല. വിശ്വാസികൾക്കും ചിലർക്കറിയാം. അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരറിവ് കുറവാണ്. ചിലത് പറഞ്ഞു കൊടുത്താൽ തെറ്റിപ്പോവും. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ തെറ്റും എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പറയാതിരിക്കുകയാണ് വേണ്ടത്. കാരണം അത്യന്തം സൂക്ഷ്മതയോടെ പഠിക്കേണ്ട ഒരു മാറ്ററാണ് ത്രിയേകത്വം. ഒരു പരിധി വിട്ടാൽ, വചനം പറഞ്ഞ പോലെ ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ടാൽ ത്രിയേകത്വം നിങ്ങൾ തെറ്റിച്ചു പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. സൂക്ഷ്മതയോടെ സംസാരിക്കണം. ത്രിയേകത്വം ആദ്യം പറയാം. ഈ ട്രിനിറ്റി എന്ന പദം അത് ഉപയോഗിക്കുന്നത് തെർത്തുല്യൻ എന്ന ചർച്ച് ഫാദറാണ്. ചിലർക്ക് ഈ ചർച്ച് ഫാദർ എന്നൊരു പദം കേൾക്കുമ്പോൾ അറിയാത്തവരുണ്ട്. പേടിക്കേണ്ട പദമൊന്നുമല്ലത്. നമ്മുടെ ടി ജി ഉമ്മച്ചൻ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിൽ ബിഷപ്പുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ ചോദിച്ചു. ഉണ്ട്. ആരാന്ന് ചോദിച്ചു. ഞാനാന്ന് പറഞ്ഞു. അച്ഛന്മാരുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ആരാ? ഒരാൾ ഞാൻ. അപ്പം വിശ്വാസികളോ? അതിഷ്ടം പോലുണ്ട്. ഒരാൾ ഞാൻ. കാരണം അദ്ദേഹത്തിനത് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല അറിവും പ്രാപ്തിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ചർച്ച് ഫാദർ എന്ന് കേട്ടാൽ നമ്മൾ പേടിക്കണ്ട. ഇതാരാന്നാതി അറിയാത്തവർക്ക് വേണ്ടി പറയാം. 12 അപ്പോസ്തലന്മാർ, അവർക്ക് നിരവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരെ സഭാചരിത്രം വിളിച്ചു അപ്പോസ്തലിക് ഫാദേഴ്സ്. മറ്റേ അപ്പോസ്തലന്മാർ, അടുത്ത് വരുന്ന ആരാണ്? അപ്പോസ്തലിക് ഫാദേഴ്സ്. ദേ ആർ ദ ഡിസൈപ്പിൾസ് ഓഫ് 12 ഡിസൈപ്പിൾസ്. മനസ്സിലായോ? ഇനി അവരുടെ ഡിസൈപ്പിൾസ് ഉണ്ട്. അവരെ വിളിച്ചു ചർച്ച് ഫാദർ. ഇപ്പം മനസ്സിലായല്ലോ? അങ്ങനെ പറയാൻ കാരണം ഈ 3 നിര അപ്പോസ്തലന്മാർ, അവരുടെ ശിഷ്യന്മാരായ അപ്പോസ്തലിക് ഫാദേഴ്സ്, അവരുടെ ശിഷ്യന്മാരായ ചർച്ച് ഫാദേഴ്സ്, ഇവർ നേരെ കണക്ട് ചെയ്യുന്നു ക്രിസ്തുവിനോട്, അധികം അകലയില്ലാതെ, കാലഘട്ടം വെച്ച് നോക്കിയാൽ. കാരണം യേശുവിനെ കണ്ട ശിഷ്യന്മാരെ കണ്ടവർ, യേശുവിനെ നേരിട്ട് കണ്ടവരെ കണ്ടവർ.
ആധികാരികതയില്ലേ? ഓക്കെ, ഇവരുടെ വാക്കുകൾ സഭ ഗൗരവമായി എടുത്തിട്ടുണ്ട്, അഭിപ്രായങ്ങൾ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവർ പറയുന്നതല്ല ഏറ്റവും പ്രധാനം. ഇവർ പറയുന്നത് പെന്തക്കോസ്ത് സഭകൾ നമുക്ക് പാരമ്പര്യം ഇല്ലെന്നാണ് ആളുകൾ പറയുന്നത്. ഇപ്പം ഞാൻ വഴിവിട്ടു പോവല്ല, അതും കൂടെ ഒന്ന് പറയാനുണ്ട്. നമ്മുടെ കൂടെ നിന്ന് പോയ ഒരു ചങ്ങാതി പറഞ്ഞത്, നമ്മൾ തെരുവിലുണ്ടായ ആൾക്കാരാണ്. അസൂസ തെരുവാ പുള്ളി ഉദ്ദേശിച്ചത്. ഞങ്ങൾ മധുവയ്ക്കകത്തുണ്ടായി, നിങ്ങൾ തെരുവിലുണ്ടായി. തെരുവിൻ്റെ മക്കൾ, ചന്തപ്പിള്ളേർ. പെന്തക്കോസ്തലിസം ഒരു ചന്തയാണെന്നാണ് പറഞ്ഞത്. ഞാനതിൽ പ്രകോപിതനായില്ല. ഒന്നിലും നമ്മൾ പ്രകോപിതരാകേണ്ട കാര്യമില്ല. ഇമോഷണലായിട്ട് കാര്യങ്ങളെ കാണണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല ഉദാഹരണമാണ് പറഞ്ഞത്. ചന്ത എന്നൊരു പദം ഞങ്ങളെ സംബന്ധിച്ചോളം നല്ലൊരു പദമായിട്ടാണ് കാണുന്നത്. കാരണം ഏറ്റവും സാധാരണ ബിസിനസ്സുകാരനും സാധാരണ മനുഷ്യൻ്റെയും കൊടുക്കവാങ്ങൽ ഇടമാണത്. അങ്ങനല്ലേ? ചന്തയെ അവഹേളിക്കുന്നവൻ നമ്മുടെ തൊട്ട് പൂർവികനെ അവഹേളിക്കുന്നതാണ്. അവർ ചന്തയെ കൊണ്ട് ഇതൊക്കെ വിറ്റുരാ. അവരിതൊക്കെ വിറ്റിട്ട് മത്സ്യവും മാംസമൊക്കെ മേടിച്ചുകൊണ്ട് നമ്മളെ പോറ്റിയതാണ്. തന്നെ ഈ ചന്തയിൽ പുറത്തുനിന്ന് കേട്ട നല്ല എരപ്പാണ്, ഭയങ്കര ബഹളം. പക്ഷേ നിങ്ങൾക്ക് അവരുടെ ഐക്യത അറിയോ? അവരൊക്കെ തമ്മിൽ നല്ല ഐക്യത. അടുത്തടുത്ത കച്ചവടക്കാർ പറയുമ്പോൾ പറയും ഇതിലെ അതിലും വിലക്കുറവ്. ആ പുള്ളി പറയല്ല ഇവിടെ വിലക്കുറവ്. ഇതൊരു ബഹളമാണ്. പക്ഷെ അവർ തമ്മിൽ അടിയും ബഹളമൊന്നുമില്ല. സർവോപരി ചന്തക്കൊരു പ്രത്യേകതയുണ്ട്. ദൂരെ നിന്ന് കേൾക്കുന്നവന് നല്ല ബഹളം, അകത്ത് കയറിയാൽ മനസ്സിലാകും അവിടെ തകർപ്പം കച്ചവടമാണ്. നാരങ്ങ വേണ്ടവനത് മേടിക്കുന്നു, പയറ് വേണ്ടവൻ അത് വാങ്ങുന്നു, പാവയ്ക്ക വാങ്ങുന്നവൻ അത് വാങ്ങുന്നു, ചിലർ വിൽക്കാൻ വരുന്നു. ഇത് നല്ല കമ്മ്യൂണിക്കേഷനാണ്. പുറത്ത് നിൽക്കുന്നവന് മനസ്സിലാകുന്നത് ബഹളമാണ്. ചർച്ചിലേ മുകളിലോട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇപ്പോഴും പുറത്തുനിന്ന് കേട്ടാലാണ് നമ്മൾ ബഹളം. ഇനി പറയുന്ന അസൂസ സ്ട്രീറ്റിൻ്റെ അവസ്ഥ അറിയോ? ഗുണ്ടാത്താവളമായിരുന്നു അസൂസ സ്ട്രീറ്റ്. ബ്ലാക്കും വൈറ്റ്സും തമ്മിൽ കണ്ടാൽ ഏറ്റുമുട്ടുന്ന വലിയ കലാപകലുഷിതമായ ഇടമായിരുന്നത്. കത്തിരാഗി മിനുക്കി വെച്ച ഗുണ്ടകളുടെ സ്ഥലം, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലം, അഭിസാരികമായ സ്ത്രീകളുടെ സ്ഥലം. അവിടെ ഇരുന്നുകൊണ്ടാണ് വില്യം ജെ സൈമൂർ എന്ന് പറഞ്ഞ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയ ഒരു പാവ ഉപദേശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വലിയ പറയാനൊന്നും അറിയില്ല. അതാ ഈ അവസ്ഥ ഓർത്ത് വേദനിച്ച് പറഞ്ഞു, ഞങ്ങളുടെ നാടിനെ ഇളക്കണമേ കർത്താവേ, ഈ നാടിനെ മാറ്റം വരുത്തണേ കർത്താവേ. അല്പം കഴിഞ്ഞ് നിയന്ത്രിക്കാനാവാത്തൊരു ശക്തിയിൽ സൈമൂർ ഉച്ചത്തിൽ അല്ലേലിയും സ്തോത്രവും പറഞ്ഞ് നാവ് കുഴയുന്ന അനുഭവത്തിലേക്ക് മാറി. ആ വിശ്വാസികളെല്ലാം അതിനൊപ്പം ചേരുന്നൊരവസ്ഥ ഉണ്ടായി. നിയന്ത്രിക്കാനാവാത്ത ആത്മനിറവിൻ ശക്തി. ഇതെന്തെന്നറിയാൻ വേണ്ടി കത്തിയും കടാരയും ആയുധമൊക്കെ പിടിച്ച് അപ്പുറത്തു നിന്ന ആളുകൾ ഇതൊന്ന് കാണാൻ വന്നപ്പോൾ അവരിൽ ഈ മാറ്റം ഉണ്ടായി. അങ്ങനെ കൊല്ലാൻ കാത്തിരുന്ന ബ്ലാക്കും വൈറ്റും ഒക്കെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പാപക്കറകൾ ഏറ്റുപറഞ്ഞ് കഴുകി യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വലിയ ചരിത്രമുള്ളവരാണ് നമ്മൾ. അതിനെ ആളുകൾ ചരിത്രം അറിയാതെ അവഹേളിക്കുക, കാര്യം അറിയാതെ അതൊക്കെ പറയുക. വീണ്ടും കേൾക്ക്, നമുക്ക് ഈ പറയപ്പെട്ട ചർച്ച് ഫാദേഴ്സിൽ തെർത്തുല്യൻ ഉപയോഗിച്ചൊരു പദമാണ് ട്രിനിട്രാസ്. അതിൽ നിന്ന് ട്രിനിറ്റി എന്ന പദം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ ട്രിനിറ്റി നിഷേധികളായ ആളുകളുണ്ട്. പേര് പറയാമോ ട്രിനിറ്റി നിഷേധിക്കുന്നവരുടെ? ഒന്ന് യഹോവയുടെ സാക്ഷികൾ, പിന്നെ വണ്ണസ് പെന്തക്കോസ്റ്റൽസ് അല്ലേ, അവർ പല പേരിലുണ്ട്. എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ. ബ്രൺഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഗാമികളുണ്ട്, ബ്രൺഹാമിസ്റ്റുകൾ. പിന്നെ യേശുനാമം പല ടൈപ്പുണ്ട്. അതിലൊന്നാണ് ബ്രൺഹാമിസ്റ്റുകൾ. ഇനി മറ്റൊന്നാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽസ്, അടൂരൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രൺഹാമിസ്റ്റുകൾ എറണാകുളത്തുണ്ട്. ഞാൻ അവർക്ക് കണ്ണനം പറയാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊരു സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇനിയൊരു കൂട്ടരുണ്ട് ക്രിസ്റ്റാഡൽഫിയൻ, സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഹൈദരാബാദിലൊക്കെ ഉണ്ട്, വളരെ കുറച്ച് ആളുകളേലുള്ളൂ. അമേരിക്കയിലും ക്രിസ്റ്റാഡൽഫിയൻസ് ഉണ്ട്. അത് ജഹോവിറ്റസിനേക്കാൾ ഒരല്പം കൂടെ വ്യത്യാസമുണ്ട്. വണ്ണസ് പെന്തക്കോസ്റ്റൽസ് അസംബ്ലീസ് കൂടി നിന്ന് പിരിഞ്ഞു പോയ ഒരു ഗ്രൂപ്പാണ്. അവരെ പറ്റി കൂടെ ഒന്ന് ഓർത്തുകൊണ്ട് പറയാം.
1914 ഒരു ഏപ്രിൽ മാസം ഫെബ്രുവരി മാസത്തിൽ അസംബ്ലി സ്കൂളിൽ ഒരു വട്ടം ഫാസ്റ്റർമാരും വിശ്വാസികളും ഈ ബൈബിൾ സ്റ്റഡി വീക്ക് ആചരിച്ചു. പഠിച്ചുകൊണ്ടിരിക്കെ ഏപ്രിൽ 1 തീയതി അവരിൽ ഒരു സഹോദരിക്ക് ഒരു വെളിപ്പാടുണ്ടായി. സ്നാനപ്പെടുത്തേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലായിരിക്കണം. എന്നാൽ ഇത് വെളിപ്പാടുണ്ട് ഏപ്രിൽ മാസം 1 തീയതി. ആ ദിവസത്തിൻ്റെ പ്രത്യേകത മറക്കണ്ട. അപ്പോൾ ഞാൻ ഡിബേറ്റിനകത്ത് ആദ്യം ഇത് പറയും, നിങ്ങൾക്ക് ആ പിറക്കേണ്ട ദിവസം തന്നെ ഞങ്ങൾ പിറന്നേ ഏപ്രിൽ 1. അത് അവഗണിക്കാൻ പറഞ്ഞല്ല, പിന്നെ ഈ കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ബോറടിക്കാതിരിക്കാൻ ഒരു ചെറിയ സർക്കാസം, അത് അത്രേ ഉള്ളൂ. ഞാനാരെയും അവഗണിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ 1 ഈ സഹോദരിക്ക് ഇങ്ങനെയൊക്കെ തോന്നി. പാസ്റ്റർമാർ കുറേ ഏറ്റെടുത്തു. എന്നിട്ട് ഗ്ലെന്നെന്നും ഇവാർട്ടെന്നും പറഞ്ഞ 2 സായിപ്പന്മാർ ഒരുത്തനെ മുക്കി. ആദ്യം ഗ്ലെൻ ഇവാർട്ടിനെയും അതിനുശേഷം പുള്ളി പൊങ്ങിയിട്ട് ഇവാർട്ട് ഗ്ലെന്നിനെയും മുക്കി. അപ്പം ഞാനവരോട് ചോദിക്കാറുണ്ട്, ഗ്ലെൻ ഇവാർട്ടിനെ മുക്കുന്നു, അപ്പോൾ ഗ്ലെന്ന് സ്നാനപ്പെട്ടില്ലല്ലോ. അപ്പോൾ ഈ സ്നാനപ്പെടാത്തവൻ പെടുത്തിയാൽ ഇതെങ്ങനെ സ്നാനമാകും? ഇനി ഇവാർട്ട് പൊങ്ങിയല്ലോ, അവൻ്റെ സ്നാനം അസാധുവാണല്ലോ, കാരണം മുങ്ങാത്തവനാണല്ലോ മുക്കിയേ. അവൻ തിരിച്ചു മുക്കിയാൽ എങ്ങനെ സ്നാനമാകും? ആ മുക്കി ഇവിടെ വരെ വന്ന് എറണാകുളത്തൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവരാണ് ട്രിനിറ്റി നിഷേധിക്കുന്നത്. ഇവരാദ്യം ചോദിക്കുന്നൊരു ചോദ്യം, ബൈബിളിൽ നിന്ന് ട്രിനിറ്റി എന്നൊരു പദം കാണിക്കാമോ? കാണിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇതിനകത്ത് വിശ്വസിക്കാൻ കാരണം ബൈബിൾ ട്രിനിറ്റി ഉണ്ട്. അതുകൊണ്ട് അവയ്ക്ക് എന്താ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ മത്തായി 28:19 വളരെ അനായാസനം മനസ്സിലാവും. ട്രിനിറ്റി അവിടെ കൃത്യമായിട്ടുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് ഒരു സംക്ഷിപ്ത ഭാഷയിൽ പറയുന്ന തിയറിയുടെ പേരാണ് ട്രിനിറ്റി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ചിന്ത സംക്ഷിപ്തമാക്കി ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പദം മാത്രമാണ് ട്രിനിറ്റി അഥവാ ട്രിയൂണിറ്റി. മനസ്സിലായോ? ഇനി ബൈബിളിൽ ഇല്ലാത്ത ചില പദങ്ങളുണ്ട്. ഒരു ഉദാഹരണമാണ്, ബൈബിൾ എന്നൊരു പദമില്ല. ഉണ്ടോ? ഇല്ല. ഈ പദം നമുക്ക് കിട്ടുന്ന 1382 1382 ഇംഗ്ലണ്ടിലെ ജോൺ വിക്ലിഫാണ് ബൈബിൾ എന്ന പദം ആദ്യം ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരാളെനിക്ക് എന്നോട് പറഞ്ഞു, ബൈബിൾ എന്ന പദം ബൈബിളിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ആ 1ാമത്തെ പേജ് എടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു, അത്രയും പോകണോ? ഇത് നമ്മളാ പ്രിൻ്റ് ചെയ്ത കവറേ തന്നെ ഉണ്ടല്ലോ. അന്നേരം പുള്ളി പറയാം, ഏതായാലും അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി എന്നും കാണിച്ചു തരാം. തൊട്ട് താഴെ കിടപ്പുണ്ട്, മഹാത്മാഗാന്ധി റോഡ്, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ബാംഗ്ലൂർ. ഞാൻ ചോദിച്ചു, അതുണ്ടോ? ഉണ്ട്. അല്ല, സമ്മതിച്ചല്ലോ, മതി. ഇതൊക്കെ പിന്നെ വന്ന സുഹൃത്തെ. 1382 ഇംഗ്ലണ്ടിലെ ജോൺ വിക്ലിഫാണ് ഈ പദം ആദ്യം ഉപയോഗിക്കുന്നത്. ഇനിയും പറയാം, സഭാ പ്രവർത്തനങ്ങളിൽ സഭയുടെ ക്രൈസ്തവ സഭയുടെ പിന്നീടുള്ള ചടങ്ങുകളിൽ, ശുശ്രൂഷകളിൽ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി പദം ബൈബിളിലുള്ളതല്ല. ഉദാഹരണം, ഉൾപ്രാവണം, റാപ്ചർ. അതുപോലെ തിരുവത്താഴം, ഈ പദം ബൈബിളിലില്ല, വേറെ പദമുണ്ട്. അതുകൊണ്ട് തിരുവത്താഴം ഒന്നും പറയില്ലേ? തിരുവത്താഴം നടത്തുന്നത് പറഞ്ഞാൽ കഴിക്കാതെ പോരുമോ? ബൈബിളില്ലെന്ന് പറഞ്ഞാൽ തിരുവത്താഴം ഈ പദമില്ല. അപ്പോൾ നമുക്ക് ഒരു പദമുണ്ടോ എന്നുള്ളതല്ല, അതിൽ പറയുന്നത് എന്താണ്. ഇതിനുള്ളൊരു സമയമൊന്നും ഇവർ തരില്ല. എപ്പോഴും ഓർക്കണം, ഈ കൾട്ട്, ഈ ടീച്ചിങ്സിൻ്റെ പ്രത്യേകത, ഇവർ അപരനെ കേൾക്കാൻ തയ്യാറില്ല. അടുത്തൊരാൾ പറയുന്ന കേൾക്കാനുള്ള ക്ഷമ കാണിക്കുകയില്ല. ആക്രമണമാണ്, അഗ്രസീവായിരിക്കും വളരെ. അതുകൊണ്ടാണ് ഇവർ ഈ ഓപ്പൺ ഡിബേറ്റിന് വരത്തില്ല. കാരണം അത് സ്ട്രക്ചേർഡാണ്. അവിടെ ഒരു മോഡറേറ്റ് ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കാൻ പറയും, എഴുന്നേറ്റ് നിന്ന് മറ്റേ പുള്ളി പറഞ്ഞിട്ട് തൻ്റെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രതികരിച്ചോണം. ഇതിന് പറയാൻ പേടിയാണ്, അങ്ങനെ വരാറില്ല. മൗഢ്യതർക്കങ്ങൾക്ക് അവർക്ക് ഇഷ്ടമാണ്, ഡിബേറ്റുകൾക്ക് താല്പര്യമില്ല. അത് വരില്ല. ഇപ്പം ഞങ്ങളിങ്ങനത്തെ ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഈ സ്ട്രക്ചേർഡ് ഡിബേറ്റിലാണ്
അവരുടെ മുൻതൂക്കം പോയി. അതിനു മുമ്പ് ഭയങ്കര അവർക്ക് മുൻതൂക്കമാണ്. കാരണം ഈ സംസാരിക്കാൻ നമ്മളെ സമ്മതിക്കില്ല, അതിനു മുമ്പ് കയറി വെട്ടിക്കളയും. ഈ പറയാത്തത് പറഞ്ഞ അത്ര ആർഗ്യുമെൻ്റ് കൊണ്ടുവരും. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ സ്ട്രക്ചർഡ് ഡിബേറ്റ് വരുമ്പം അതിന് ഘടനയുണ്ട്, പറഞ്ഞ് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. ഞാനൊരു ചോദ്യം ഒരാളോട് ചോദിച്ചാണ്, 3000 പേരെ അപ്പോസ്തലൻ മുക്കി, ഒരു സ്നാനത്തിന് എത്ര സമയമെടുക്കും? ഒരു 5 മിനിറ്റ് എടുത്തില്ലേ, 3 മിനിറ്റ് എടുത്ത് 3000 പേരെ മുക്കി പത്രോസിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അത് പത്രോസ് തന്നെ ആയിരിക്കുമോ ചെയ്തേ? കുറേയേറെ പേരുണ്ട്. 12 പേര് മുക്കിയാൽ തന്നെ എത്ര നേരം എടുക്കും? അപ്പോൾ 3000 പേര് സഭയോട് ചേർന്നു എന്നൊക്കെ പറയുമ്പം ഇതൊരു ചരിത്രമാണ്. ആ 3000 പേരും സഭയോട് ചേർന്നു. അപ്പോൾ അവിടെ എന്ത് നാമം പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ ശരി വിവരണം അല്ല എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അതെന്താ പറയുക, ഏറ്റവും ചെറുതാക്കി ബ്രീഫിംഗ് ആണ്, അതിൻ്റെ ചുരുക്കമുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് സംസാരിച്ച ആൾ പറഞ്ഞത്, 3000 പേരെ കൂടി ദൈവദാസനെ ശക്തി കൊടുത്ത 3000 പേരെ ഒരു രാത്രി മുക്കിപ്പോക്കാൻ കഴിയാത്ത ദൈവമാണോ ബൈബിളിലെ ദൈവം? മനസ്സിലായോ? ചോദ്യത്തിൽ നിന്ന് മാറാനുള്ള വലിയ വ്യഗ്രതയാണ്. അവൻ ദൈവത്തിൻ്റെ കഴിവിനല്ല ചോദിച്ചു, ഈ മനുഷ്യൻ്റെ കഴിവിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്ട്രക്ചർ ഡിബേറ്റ് വരുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ട്രിനിറ്റി എന്ന പദം, അതിൻ്റെ അർത്ഥം ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ട്രിനിറ്റി അഥവാ യൂണിറ്റി എന്തല്ല എന്നറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് നോട്ട് ട്രിനിറ്റി? പിതാവ് എന്ന് പറഞ്ഞാലും പുത്രൻ എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും ഒരാളാണോ? ആണോ? ഒരാൾ തന്നെയാണോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്? ആണോ? ഒരാൾ തന്നെയാണോ? അല്ലെന്ന് കുറേ പേരാണെന്നുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രതികരിച്ചു. ആണോ? ഇവിടെ നല്ല സഹോദരിമാരെ എനിക്ക് കാണാൻ പറ്റുന്നു. കാരണം വളരെ പക്വത, അവർ പ്രതികരിക്കുന്നത് തന്നെ വളരെ ആലോചിച്ചാണ്. നമ്മുടെ വീട്ടിൽ കൂടി ഇങ്ങനെയാണെങ്കിൽ ആ വീടൊക്കെ എന്തൊരു അനുഗ്രഹമായിരിക്കും. ഇത്രയും സംയമനം, എന്തൊരു ശാന്തത. ഞാൻ നിങ്ങളെ ഓർത്ത് അസൂയപ്പെടുക, നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥയും. ഏതായാലും നിങ്ങളും ഭാഗ്യവാന്മാരാണ്, ഇത്രയും നല്ല സഹോദരിമാർ. എന്തൊരു ശാന്തത അവരെന്ന് ആലോചിച്ചോട്ടെ. അപ്പോൾ അഭിപ്രായം പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാളാണോ? ഒരാൾ തന്നെ. വേറെ അഭിപ്രായം ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരിക, ഈ ഗെത്സമനയിൽ ഇരുന്നുകൊണ്ട് യേശു പറഞ്ഞു, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, അല്ലേ? അപ്പോൾ അതിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ രണ്ടും ഒരാളാണെങ്കിൽ ഒരാൾക്കൊരേ സമയത്ത് എങ്ങനെ രണ്ടിഷ്ടം? മനസ്സിലായില്ല? ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ടിഷ്ടം. അപ്പോൾ അതിൽ ഏത് ഇഷ്ടമാണ് മാറ്റി വെക്കുന്നത്? മനസ്സിലാകത്തില്ല. കാരണം ഇത് രണ്ടുപേരും ഒന്നല്ല. ആദ്യം ധരിക്കേണ്ടത്, ഒരു ദൈവം മൂന്ന് രൂപത്തിൽ പ്രത്യക്ഷനായതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പഠിപ്പിക്കലാണ് വണ്ണസ് പെന്തക്കോസ്റ്റൽസിൻ്റെ. ദൈവം ഒരുവൻ, ആ ദൈവം പിതാവായി, ആ ദൈവം തന്നെ പുത്രനായി, ആ ദൈവം തന്നെ പരിശുദ്ധാത്മാവായി, ഒരാളാണ്. കേട്ടാൽ അപകടമില്ല എന്ന് നമുക്ക് തോന്നും, നേരാണെന്നും ആദ്യം തോന്നും, ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം സങ്കീർണമാണ്. ഒന്നാമത്തെ വിഷയം പറയാം. ഇതിൻ്റെ ചുരുക്കെഴുത്ത് ഇങ്ങനെയാണ്: 3 modes in one God. ഒരു ദൈവത്തിൻ്റെ 3 മോഡ്സ്. ഒരു ദൈവത്തിൻ്റെ 3 മോഡ്സ്. ഗോഡ് എന്ന് പറയുന്നത് ഗോഡ് ദ ഫാദർ,
is a mode. God the Son, another mode of one God. And God the Holy Spirit, another mode. 3 modes in one God. സൃഷ്ടിപ്പിൽ പിതാവ്, വീണ്ടെടുപ്പിൽ പുത്രൻ, കാര്യവിചാരകത്വത്തിൽ അല്ലെങ്കിൽ പരിപാലനത്തിൽ പരിശുദ്ധാത്മാവ്. ഇതെല്ലാം കേട്ടാൽ നേരാൻ തോന്നും. നമുക്കിടയിലൊരു പ്രമുഖൻ ബ്രദറൻ പണ്ഡിതൻ ഈ രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ അമ്പരന്ന് പോയി, ഇതെന്താ എഴുതിയിരിക്കുന്നത്? തൃത്വത്തിൻ്റെ ABCD പോലും എത്തുന്നില്ല. അത് എന്താ കാര്യം എന്ന് പറയാം. ഇത് ത്രിമൂർത്തിവാദമാണ്. ത്രിമൂർത്തികളുണ്ടല്ലോ നമ്മുടെ ഹിന്ദുയിസത്തിലെ. സൃഷ്ടിക്കൻ ബ്രഹ്മ, പിന്നെ പരിപാലിക്കൻ വിഷ്ണു, സംഹരിക്കാൻ, അതിൽ സംഹരിക്കാനുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ, അത് ശിവ അല്ലേ, ഗോഡ് ശിവ. ഇങ്ങനെയാണ്. അത് ത്രിമൂർത്തിവാദമാണ്. ഇപ്പോൾ വണ്ണസിൻ്റെ വാദം, വണ്ണസ് പെൻ്റക്കോസ്റ്റൽസ് എന്നറിയപ്പെടുന്നവരുടെ വാദം ഏതാണ്ട് ഇതുപോലെയാണ്, ത്രിമൂർത്തിവാദമാണ്. ഇനി യഹോവ വിറ്റ്നസ് ഇങ്ങനെയല്ല പറയുന്നത്. കാരണം ഗോഡ് ദ സൺ എന്ന് പറയുന്നത് ഗോഡല്ല, മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഇത് കേട്ടാൽ ഇച്ചിരൂടെ അതാ നല്ലതെന്ന് തോന്നും. ഇത് മൂന്നും കേട്ടാൽ ട്രിനിറ്റി എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യം, അതിലും നല്ലത് വണ്ണസിൻ്റെ, അതിലും നല്ലത് യഹോവ വിറ്റ്നസിൻ്റെ. ഇങ്ങനെ ചിന്തിച്ചു പോകും ആളുകൾ. എന്നിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ അതല്ലേ എളുപ്പം. ആദ്യം അറിയേണ്ടത് സകല ടോപ്പിക്കും സങ്കീർണമാണ് അല്ലേ. ദൈവസംബന്ധിയായ വിഷയങ്ങളെല്ലാം മനുഷ്യന് സങ്കീർണമല്ലേ. എക്സാമ്പിൾ, നരകം, അതെങ്ങനെ തെളിയിക്കുന്നുണ്ടെന്ന്. സ്വർഗം നമ്മളാരണ്ട് പോയോ? ഇല്ല. ബിക്കോസ് ബൈബിൾ സേയ്സ്. ഇതുകൊണ്ടാണ്. അതുപോലെ ദൈവം മനുഷ്യന് മനസ്സിലാവില്ല. സങ്കീർണ സബ്ജക്റ്റാകാൻ കാരണം എന്താ? നമ്മുടെ ചെറിയ ഈ തലച്ചോറ് പോരാ സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ അബ്സോർവ് ചെയ്യാൻ വേണ്ട വലിപ്പം ഇല്ല ഇതിന്. പിടികിട്ടിയല്ലോ. അത് ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ലിമിറ്റഡ് റെവലേഷനാണ് ദൈവത്തെപ്പറ്റി തന്നിട്ടുള്ളത്. ലിമിറ്റഡ് ആൻഡ് റിക്വയർഡ്, ആവശ്യമുള്ളതും അപ്പോൾ തന്നെ പരിമിതമായ വെളിപ്പാട് അതീന്ദ്രിയ വിഷയങ്ങളിൽ, മെറ്റാഫിസിക്കലായിട്ടുള്ള മാറ്റേഴ്സിൽ നമുക്കുള്ളൂ. മനസ്സിലായത് ശരിയാണോ? അങ്ങനെയെങ്കിൽ എന്തല്ല ട്രിനിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദൈവത്തിൻ്റെ 3 പ്രത്യക്ഷതയല്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ പറയാം. ചില ഉദാഹരണങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ആളവിടെ കിടന്ന് വിഷമിക്കുക. നമ്മളത് എളുപ്പത്തിൽ ഇപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ പാർട്ടി വിഷമിച്ചു പോകും. ഉദാഹരണം, യോഹന്നാൻ എന്നിട്ട് പറയുകയാണ്, യോഹന്നാൻ തൻ്റെ അനുഭവം പറയുക, അത് യോഹന്നാനെ കുറിച്ച് പറയുക. സ്നാപകൻ, എന്നെ അയച്ചവൻ എന്നോട് പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആരിൽ പ്രവേശിക്കുമോ അവനാ കക്ഷി. ഏത് കാര്യം? തൻ്റെ മുന്നോടിയായി വരാൻ പോകുന്ന യേശു. ഇപ്പോൾ യേശുവിനെ അറിയില്ല യോഹന്നാന്, അറിയത്തില്ലല്ലോ. അറിയാമെങ്കിൽ പിന്നെ ഈ പ്രാവെന്ന രൂപത്തിൽ ആരിൽ ആവസിക്കും എന്നത് ആ വ്യക്തിയാണ് മശിഹ എന്ന് എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു. വ്യക്തത തന്നോ? അയച്ചത് യേശുവാണെങ്കിൽ ഇത്രയും പങ്കപ്പാട് വേണോ? ഞാനവിടെ വന്ന് നിൽക്കും, അപ്പം നീ മുക്കിക്ക് പോകണോ? അത്രയും കാര്യമുള്ളൂ. പിടികിട്ടിയോ? എന്നെ അയച്ചവൻ എന്നോട് പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആരിൽ ആവസിക്കും അതാണ് മശിഹ. അയച്ചത് രണ്ടും പിതാവാണ്, പുത്രനല്ല. ട്രിനിറ്റിയുടെ വിശ്വാസികൾ പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിനെ ഒരിക്കലും അന്തമില്ലാത്ത 3 ആളത്വങ്ങളായി കാണുന്നു. 3 പേഴ്സണാലിറ്റീസ്. പിതാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. എവർലാസ്റ്റിംഗ് 3 പേഴ്സണാലിറ്റീസ്. ബാക്കിയൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ പറയാം, ഇനിയും പറയാം. വായിക്കണ്ട, റഫറൻസ് പറഞ്ഞു ഇവിടെ. യോഹന്നാൻ 5:22
ഒരു വചനമുണ്ട്. ഞാനൊരു വണ്ണസ്സുകാരനോട് ചോദിച്ചിട്ട് ഇന്ന് വരെ മറുപടിയില്ല. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി പിതാവ് സ്വയമേ ചെയ്യാതെ പുത്രന് കൊടുത്തിരിക്കുന്നു. ശരിയാണോ? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കണം. സമ്മതിച്ചു? ന്യായവിധിയുടെ ഉടമ പിതാവായിരുന്നു. പിതാവ് അത് ചെയ്യാതെ പുത്രന് കൊടുത്തു. അങ്ങനല്ലേ? പിതാവും പുത്രനും ഒരാളാണെങ്കിൽ ഒരാൾ ന്യായവിധി ചെയ്യുന്നു, ഒരാൾ ന്യായവിധി ചെയ്യാതിരിക്കുന്നു. ന്യായവിധി ചെയ്തതാര്, ചെയ്യാതിരിക്കുന്ന ആര്, ഈ ഒന്നുകൊണ്ടൊന്ന് കണക്കെടുത്ത് തരാൻ പറഞ്ഞു. 2 ആക്ടിവിറ്റി ഒരേ സമയം ഒരാൾ. എനിക്കിന് മറുപടി തന്നു, ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലെന്ന്. വണ്ണസ്കാരൻ തന്ന മറുപടിയാണ്, അതാദ്യം വിശ്വസിക്കാൻ. മനസ്സിലായോ? ചിന്താക്കുഴപ്പം മനസ്സിലായോ? ഇതുവരുടെ ഒക്കെ മുൻതൂക്കം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ സമ്മതിക്കുകയില്ല. അതിന് മുമ്പ് ആക്രമണമാവും. അപ്പോഴേ പറഞ്ഞാൽ ഞാൻ PSC എഴുതാൻ നിൽക്കുകയല്ല, നിങ്ങൾ ചോദിച്ചോ, അതിന് മറുപടി വരാം. അത് പറയുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. ഈക്വൽ റൈറ്റ് നമുക്കുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം പിടി കിട്ടിയോ? ന്യായവിധി ഒന്നും പിതാവ് സ്വയമേ ചെയ്യാതെ പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവും പുത്രനും ഒരാളാണെങ്കിൽ പിതാവ് ചെയ്യുന്നില്ല, പുത്രൻ ചെയ്യുന്നു. രണ്ടും ഒരാളാണ്. ഈ ആക്ടിവിറ്റി എങ്ങനെ നടക്കുന്നു? മനസ്സിലായോ? ഇനി അത് പോട്ടെ, നമുക്ക് മനസ്സിലാകാനൊരു പിതാവും പുത്രനും ഒക്കെ മാറി മാറി നിൽക്കുക എന്നാൽ കൂട്ടിക്കോ. അവർ പറയുന്ന പോലെ ഒരാൾ തന്നെ പിതാവും പുത്രനുമായിട്ട് നിൽക്കുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു, തത്വത്തിൽ സമ്മതിക്കാം. പക്ഷെ ഇവർ മാത്രമുള്ളൊരു ലോകമില്ലേ? ദൈവമായിരിക്കുന്നൊരു ലോകം. ആ ലോകത്ത് നമ്മുടെ കർത്താവ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ആ ഗസമനിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ നമ്മൾ, കണ്ടല്ലോ ബഹുവചനം, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരൊന്നാകേണ്ടതിന്. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് 3 പേഴ്സൺസ് എന്ന് കാണിക്കാൻ ഇഷ്ടം പോലെ വചനമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ദ ഇഷ്യൂ ഓഫ് ഇൻ്റർറിലേഷൻസ്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധങ്ങളുടെ പാരസ്പര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പ്രശ്നത്തിലേക്ക് പോകുന്നൊരു വിഷയം വരിക തിരിച്ച്, അവർക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു വിഷയം. ഇപ്പം നമുക്ക് ആ മേൽക്കൈ ഒത്തിരി ഉണ്ട് ഇത് പറയാൻ. ഈ ടൈപ്പ് അവർക്ക് ഉത്തരമേ തരാൻ പറ്റില്ല. ഇവരെന്തെന്ന് വെച്ചാൽ ഈ വഴി കയറാൻ നമ്മളെ സമ്മതിക്കില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരാണ് എന്ന് പറയാനുള്ള തെളിവുകൾ നിരത്താൻ സമ്മതിക്കില്ല. ആദ്യം കടന്നു വന്നിട്ട് പറയും, ഇവർ പറയാൻ പോകുന്ന കാര്യം പിതാവാണോ പുത്രൻ. ട്രിനിറ്റേറിയന്മാർ പറയാല്ല, ക്രൂശിൽ മരിച്ചത് പിതാവല്ല. ഇപ്പോൾ നമ്മൾ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പിതാവല്ല. പിതാവ് അയച്ച പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ചോദിക്കും, ദൈവം എത്ര ഉണ്ട്? ദൈവം ഒന്ന്. പിതാവ് പുത്രനാണോ? അല്ല. പുത്രൻ പരിശുദ്ധാത്മാവാണോ? അല്ല. ദൈവം എത്ര ഉണ്ട്? ഒന്ന്. ഈ ചോദ്യമാണ് നമ്മുടെ കുട്ടികളെ കലാലയത്തിൽ മുസ്ലിം സഹോദരന്മാരിലെ ദാവാക്കാരൊക്കെ വന്ന് ചോദിച്ച് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നത്. ഇവരൊരു ഈ ചോദ്യം ചോദിക്കും, കുട്ടിക്ക് അറിഞ്ഞുകൂടാ. പാസ് എടുത്തിയെന്ന ചിലപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയിരിക്കും, ചിലപ്പോൾ പറ്റിയില്ല. ഇതെങ്ങനെ പരിഹരിക്കും? പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന ഈ 3 പദങ്ങളിൽ 2 ഇഷ്യൂസ് ഉയർന്നു വരും. ഒന്ന്, എ പ്രോബ്ലം ഓഫ് ഇൻ്റർറിലേഷൻസ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞേ. പ്രോബ്ലം ഓഫ് ഇൻ്റർറിലേഷൻസ് ഫേസ് ചെയ്യാൻ വണ്ണസ്സുകാരന് പറ്റില്ല, ഒരു മറുപടിയും തരാൻ കഴിയില്ല. രണ്ടാമത്, ദ പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്, ഒരു ഗണിത പ്രശ്നം. പിതാവ് തന്നെയോ പുത്രൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരാണെങ്കിൽ 3 ദൈവം വന്നു. അതെങ്ങനെ നോക്കും? അതിനുള്ള മറുപടിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നമുക്കതൊരു ബിബ്ലിക്കലായിട്ട് തന്നെ വരാം. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിർവചനം പറയാമോ? ദൈവത്തിനൊരു നിർവചനം.
ബൈബിളിൽ കുറേ ഉണ്ട്. ഞങ്ങൾ പറയാൻ പോകുന്ന സർവശക്തൻ, സർവജ്ഞാനി, അതൊക്കെ ആട്രിബ്യൂട്ട്സാണ്, ദൈവത്തിൻ്റെ ഗുണങ്ങളാണ്, ഇതിൻ്റെ സ്വഭാവമാണ്, ആട്രിബ്യൂട്ട്സാണ്. സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, ഇതൊക്കെ നമുക്കറിയാം. ഇതല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താണ് ദൈവം? ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവനൊക്കെ പറയുന്ന പോലെ എന്താണ് ദൈവം? എന്തോ ഉറക്കെ പറഞ്ഞോ. ഏതായാലും ഇത്രയായി, ബാക്കി ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചല്ലോ, ബാക്കി ഇവിടെ പറഞ്ഞോ, ഉറക്കെ പറയൂ. ദൈവത്തിന് ബൈബിളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെ, ഇങ്ങനെ പുത്രനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്വീകാര്യമായ വളരെ പവർഫുള്ളായ ഒരു നല്ല നിർവചനം യോഹന്നാൻ പറയുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു. തർക്കമില്ലല്ലോ. തർക്കമുണ്ടോ? ദൈവം സ്നേഹമാകുന്നു. ഈ ദൈവം സ്നേഹമാകുന്നു. പിന്നൊരു കാര്യം കൊണ്ട്, സ്നേഹം നിത്യമാകുന്നു. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു എന്നല്ലേ? അങ്ങനല്ലേ? ഈ നിത്യസ്നേഹത്താൽ ദൈവം ആരെയാണ് സ്നേഹിച്ചത്? നമ്മെ സ്നേഹിച്ചു. പക്ഷേ ഈ നിത്യസ്നേഹത്തിൻ്റെ ആദ്യത്തെ ഉപഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചത്? നമ്മളാണോ? ആദം ഹവ്വ ആണ്. ആദം ഹവ്വയാണ് എങ്ങനെ നിത്യസ്നേഹമാകും? അവർക്ക് തുടക്കമില്ലേ? അവർക്കൊരാരംഭമില്ലേ? ഉണ്ടല്ലേ? അവർക്കൊരാരംഭമുണ്ട്. ദൂതനെ ആകുമോ? അതിന് ആരംഭമുണ്ട്. സൃഷ്ടിക്കല്ല, ആരംഭമുണ്ട്. അപ്പം നിത്യസ്നേഹമെന്ന പദം ദൈവത്തിന് യോജിക്കാൻ ട്രിനിറ്റേറിയൻസിന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. ഇറ്റേണിറ്റിയിൽ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ ബഹുമാനിച്ചു, സ്നേഹിച്ചു. പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെ സ്നേഹിച്ചു. അവരിരുവരും പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ എസൻസ് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ എസൻസാണ്, അതിൻ്റെ സമ്പൂർണതയാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞ് ദൂതഗണങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഈ ദൈവകുടുംബത്തിൻ്റെ മനോഹാരിത നോക്കിക്കണ്ട ദൂതൻ ഒരുപറ്റം ആളുകൾ ദൈവത്തെ ആരാധിച്ചു. അവർ പറയുക, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 3 തവണയാണ് പറയുന്നത്. എന്നിങ്ങനെ അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഓരോ 3 പറയുമ്പോൾ അതൊരു പാട്ടായി മാറും. ആ സ്ലോഗൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. 3 ഇത് പൂരിപ്പിക്കാന്ന്. And God the Father, and God the Son, and God the Holy Spirit, you are hagios. നിങ്ങൾ പരിശുദ്ധനാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പോൾ കെരൂബുകളിലെ വേറൊരു വിഭാഗമുണ്ട്. അവർ ഈ സിംഹാസനത്തെ അല്ല ശ്രദ്ധിച്ചത്. അവർ ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിയപ്പോൾ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കോടാനുകോടി ഗോളങ്ങൾ, ജ്വലനമുള്ളവ, തീവ്രതയേറിയ പ്രകാശമുള്ളവ, വ്യത്യസ്തങ്ങളായ അനവധി സ്വഭാവമുള്ളവ, അവയെല്ലാം കണ്ടപ്പോൾ ഈ ദൈവസൃഷ്ടിയുടെ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് പറയുക, മുഴുലോകവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതൊരു സ്വർഗീയ ആരാധനയാണ്. ഇത് കണ്ട, ഇതനുഭവിച്ച ദൂതഗണങ്ങളിൽ ഒരുവൻ ആഗ്രഹിച്ചു, ഞാൻ ദൈവത്തോട് സമനാകും. മനസ്സിലായല്ലോ? സമനാകും എന്ന് പറയണമെങ്കിൽ സമരായ ആളുകളുണ്ടെങ്കിലേ ആ പോസ്റ്റ് അവിടെ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് ഒരു ചീഫ് പോസ്റ്റിലിരിക്കുന്ന ആൾ ഒന്നേ ഉള്ളെങ്കിൽ ഞാനതുപോലെ അതിന് തുല്യരാകും എന്ന് പറഞ്ഞു നോക്കുമോ? ഓക്കെ ഇല്ല. തന്നെയല്ല, സമത്വത്തിൻ്റെ സാധ്യത ഫിലിപ്പ് ലേഖനം 4:2 പറയാണ്, ക്രിസ്തുവേശുവിലെ ഭാവം നമ്മിലുമുണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം
മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ പിതാവിനും പുത്രനും സമത്വമുണ്ട്. ആ സമത്വമുണ്ട് ഹോളി സ്പിരിറ്റ് എന്ന് പറയാൻ കാരണം ഈ രണ്ടുപേർക്കൊപ്പം ചേർത്താണ് പരിശുദ്ധാത്മാവിനെ പറയുന്നത്. ഒരേ നിരയിൽപ്പെട്ടവരെ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി 3 പേഴ്സൺസ് ഉണ്ട് എന്ന് ഒന്നുകൂടി സൂചിപ്പിക്കാൻ കാരണം, അകൃത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനോടൊക്കെ ഉള്ള പാപം ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപം ക്ഷമിക്കില്ല. പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം ക്ഷമിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയക്കും. 3 പേരെ കാണുന്നു 14 അധ്യായത്തിൽ. ട്രിനിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം യോഹന്നാൻ 14 നന്നായിട്ടങ്ങ് വായിച്ചോണം. ഞാൻ വാക്യമൊക്കെ എടുത്ത് പറയാം, നാളെ കണ്ടല്ലോ. ഒരാമുഖമാണ് പറയുന്നത്. അപ്പോൾ പിതാവിനെ പറ്റി കുറേ നേരം പറയുന്നു, പുത്രനെ പറ്റി പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ പറ്റി പറഞ്ഞിട്ട് പറയുക, ഞങ്ങൾ അവനിൽ വസിക്കും. ഞാനെന്നല്ല, ഞങ്ങൾ അവനിൽ വസിക്കും. ഞാനിതെല്ലാം പിന്നെ വിശദീകരിക്കാം. ഇതൊരു സ്ട്രക്ചർ മാത്രമാണ് നമ്മുടെ ആകെ ചിന്തയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ കണക്ക് ഇതുവരെ പൂരിപ്പിച്ചില്ലല്ലേ? അവിടെ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. പ്രധാന കാര്യം അതാണ്. ശ്രദ്ധിക്കണേ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കഴിവതും ഈ ട്രിനിറ്റിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ പറയാതിരിക്കുക. ഞങ്ങളൊരു അപ്പച്ചൻ ട്രിനിറ്റി പഠിപ്പിച്ചോ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനും മകനാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ അപ്പനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തീർന്നില്ലല്ലോ. അച്ചാൻ്റെ അനിയൻ അച്ചാൻ ചേട്ടനാണ്, അച്ചാൻ്റെ ചേട്ടൻ അച്ചാൻ അനിയനാണ്, അച്ചാൻ്റെ ഭാര്യയ്ക്ക് അച്ചാൻ ഭർത്താവാണ്, അവരാങ്ങളയ്ക്ക് അച്ചാൻ അളിയനാണ്. ബന്ധം ഇഷ്ടം പോലുണ്ട്. ഇരിയുടെ അഹങ്കാരി എവിടെയെന്ന് പറഞ്ഞു. നീ അഭിഷിക്തന്മാർക്ക് വരെ കുഞ്ഞു കളിക്കുകയാണോ എന്ന് ചോദിച്ചു. ഇതുകൊണ്ട് ഉത്തരവാകുമോ? ചൂടായിട്ട് കാര്യമുണ്ടോ? ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കരുത്. വെള്ളം അത് കരം, ദ്രാവകം, വാതകം. ട്രിനിറ്റി തെളിയിക്കാൻ പോരെല്ലാം കരവും ദ്രാവകവും വാതകമൊക്കെ ആയിട്ട് പോവാ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്നറിയോ? വെള്ളം കരമാകും, ഐസ്. അപ്പോൾ ദ്രാവക സ്വഭാവവും വാതക സ്വഭാവവും നഷ്ടപ്പെടും, പിന്നെ അതില്ല. അപ്പോൾ പിതാവ് ആയിക്കഴിഞ്ഞാൽ പുത്രനും പരിശുദ്ധാത്മാവില്ലേ? ഇറ്റേണൽ ബീയിങ്സ് അല്ലേ? കരം കരമായിട്ടും ദ്രാവകം ദ്രാവകമായിട്ടും വാതകമായിട്ടും അളവിൽ കുറയാതെ പൂർണ്ണ അളവിൽ നിൽക്കുമോ? ഇതാ ചോദ്യം. ഉദാഹരണം പോരാ, ഒരു ഉദാഹരണം പോരാ. ദൈവത്തെ ഉദാഹരണം വഴി സ്ഥാപിക്കേണ്ട. ബൈബിളിലുള്ളതേ അതിൻ്റെ യുക്തിക്ക് പറഞ്ഞാൽ മതി, പറഞ്ഞ് തെറ്റിക്കരുത്. അപ്പോൾ പിന്നെന്ത് ചെയ്യും? പറയാം. ഞാൻ നമ്മുടെ PIP ഒരു ക്യാമ്പ് പെനിയിൽ നടക്കുക. അപ്പോൾ അവിടെ ട്രിനിറ്റി ചർച്ചയ്ക്ക് വന്നു. നമ്മുടെ കെ ജോസഫ് അച്ഛനുണ്ടെന്ന്. അപ്പോൾ ഈ ക്ലാസ് എടുക്കണം. ഞാൻ പറഞ്ഞത് എനിക്ക് പേടിയൊന്നുമില്ല, കുട്ടികൾ ചോദിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, വലിയ സന്തോഷം. അവിടെ പങ്കെടുത്തവരൊക്കെ കാണും, ചോദിച്ചോണം. ആ കുഞ്ഞുങ്ങളെല്ലാം വലിയ സന്തോഷമില്ല. അപ്പോൾ എൻ്റെ കാരണം ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് വരുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. അത് മനസ്സിലായിട്ട് നമ്മൾ പോകുള്ളൂ. ശ്രദ്ധിച്ചിരിക്കണം. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല, നേരിയ സംശയം പോലും ആവശ്യമില്ല. അത് ഗ്രഹിച്ചിട്ടേ പോകാം. നമുക്ക് തിയറി പിന്നെ പഠിക്കാം, ബൈബിളിൽ തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിനെ ഒഴിവാക്കാം. സൂര്യനിൽ നിന്ന് ചൂട്, എനർജി, പിന്നെന്താ വെളിച്ചം, ഇങ്ങനെ 3 കാര്യം കിട്ടും അല്ലേ? ഇതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നേ. ബിബ്ലിക്കലി പ്രൂവ് ചെയ്യാം, ബൈബിളിൽ നിന്ന് തന്നെ പറയാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം പൂർണ്ണനാണ്, സമ്പൂർണനാണ്. ദൈവത്തിൻ്റെ സർവശക്തി സമ്പൂർണമാണ്. ദൈവത്തിൻ്റെ സർവജ്ഞാനിത്വം സമ്പൂർണമാണ്. എന്താണ് ഈ പൂർണ്ണത? പൂർണ്ണത ഒന്നേ ആകാവൂ, ഒറ്റൊരെണ്ണം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ പറയാണ് ഈ ബിൽഡിങ് നിറച്ച്, ഇപ്പോൾ AC യുടെ തണുപ്പുണ്ടെന്ന് പറയാം.
ബിൽഡിങ് നിറച്ചെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നിനും അവിടെ സ്പേസ് ഇല്ല, തണുപ്പിന് മാത്രമേ ഉള്ളൂ. ശരിയാണോ? ഇവിടെ എല്ലാം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിനേ സ്പേസ് ഉള്ളൂ, സ്പേസ് വേണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ടൈമിനും സ്പേസിനും വിധേയനല്ല. ദൈവത്തിന് ടൈമും സ്പേസും ഇല്ലെന്ന്. ഒരു സ്ഥലത്ത് ഒതുങ്ങാനാണോ? നമുക്കാ എറണാകുളം. ദൈവത്തിന് സമയമില്ല. ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെ, രാത്രി ഒരു യാമം പോലെ ഇരിക്കുന്നു. ഈ ദൈവം സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി എന്ന് പറയുമ്പോൾ എന്താണ് പൂർണ്ണത? ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഞാൻ കൈ തട്ടിക്കളയാൻ മാറ്റിയേക്കാം, ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കുകയില്ല. ഇതിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന്, ആ ഗ്ലാസ് നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഞാൻ കുറേ വെള്ളം എടുത്തു. വെള്ളം എടുത്താൽ രണ്ടും അപൂർണമായി. മനസ്സിലായില്ലേ? ഞാൻ എടുത്തത് അപൂർണം, കിടന്നതും അപൂർണം. അപ്പോൾ ഈ വെള്ളം പൂർണ്ണമല്ല. വെള്ളം പൂർണ്ണമാകണമെങ്കിൽ എടുത്ത വസ്തു എന്തോ അത് പൂർണ്ണമാകണമെങ്കിൽ, പൂർണ്ണതയുടെ കേട്ടോ, ദൈവത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, പൂർണ്ണമാകണമെങ്കിൽ മാറ്റുന്നതും പൂർണ്ണമായിരിക്കണം, എടുക്കുന്നതും പൂർണ്ണമായിരിക്കണം. വ്യക്തത വന്നോ? ഞാൻ കുറേ എടുത്തു മാറ്റിയാൽ അതിലും തികഞ്ഞ് നിൽക്കണം, ഇതിലും തികഞ്ഞ് നിൽക്കണം. അതിൽ നിന്ന് എടുത്തെന്ന് കൂട്ടിക്കോ, ആ എടുത്തതും തികഞ്ഞതായിരിക്കണം, ഇതും തികഞ്ഞതായിരിക്കണം. ഇത് നമുക്ക് തോന്നാത്തെന്നറിയോ? മനുഷ്യൻ്റെ പൂർണ്ണതയെല്ലാം ഒരു നഷ്ടത്തിലാണ് തീരുന്നത്. ഇതിന് എടുക്കുമ്പോൾ കുറയും. മനുഷ്യൻ്റെ പൂർണ്ണതയുടെ അപര്യാപ്തം മനസ്സിലായോ? മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. നമുക്കെങ്ങനെയാണ് പൂർണ്ണത പറയാൻ പറ്റുന്നത്? പൂർണ്ണത എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇല്ലാതെ വരുന്നു. പക്ഷേ എടുക്കുന്ന വസ്തുവും പൂർണ്ണമായിരിക്കണം, ഉള്ള ആ മൂലവസ്തുവും പൂർണ്ണമായിരിക്കണം. ഇതാണ് ദൈവം. ദൈവത്തിൻ്റെ ദയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, സ്നേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, ശക്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും പൂർണ്ണമായിരിക്കണം, തന്നിലുള്ളതും പൂർണ്ണമായിരിക്കണം. പിടികിട്ടിയോ? അങ്ങനെ ഏകദൈവത്തിൻ്റെ ശക്തിയും സർവജ്ഞാനിത്വവും സർവവ്യാപിത്വവും പിതാവിൽ എത്രത്തോളമുണ്ട് അതേ നിലയിൽ പുത്രനിലുണ്ട്, അതേ നിലയിൽ പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാം, ഗോഡ് ദ ഫാദർ ഈസ് ഇൻവാല്യബിൾ, ഗോഡ് ദ സൺ ഈസ് ഇൻവാല്യബിൾ. ദ ഇൻവാല്യബിലിറ്റി ഓഫ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ അപരിമേയനായ ദൈവം, പരിമിതികളില്ലാത്ത ദൈവം. അപ്പം എൻ്റെ ഉത്തരം 3 ഇൻവാല്യബിൾ ചേർന്നാൽ ഒന്നാകാനേ പറ്റൂ. മനസ്സിലായില്ലേ? ഒന്നാകാനേ പറ്റൂ. ഇനി ബിബ്ലിക്കലി അതൊന്ന് വ്യക്തമാക്കി തരാം. ബിബ്ലിക്കൽ എക്സാമ്പിൾ പറയാം. ബൈബിളിൽ നിന്ന് ഉദാഹരണം പറയുന്ന തടസ്സമില്ലല്ലോ. വിശുദ്ധ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ, പഴയ നിയമകാലത്ത് ദൈവാലയം നമുക്കറിയാം. ആ ദൈവാലയത്തിന് തിരുനിവാസത്തിൻ്റെ അകത്ത് എന്താ പറയുക, മോസ്റ്റ് ഹോളി പ്ലേസ് ഉണ്ടല്ലോ. മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലം അല്ലേ? അതിപരിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ് ഉണ്ട്. ഈ ഹോളി പ്ലേസിൽ മെനോറ എന്നൊരു വിളക്കുണ്ട്. ഈ മെനോറയിൽ ഇടിച്ചെടുത്ത ഒലിവെണ്ണയുടെ തെളിവായ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ ആ കണ്ണഞ്ചിപ്പിക്കുന്നൊരു ലയനമുണ്ട്. അതിലിങ്ങനെ കുളിച്ച് കിടക്കണ ഈ ആലയം. ഭയങ്കര വെളിച്ചമാണ്. ചില ഘട്ടങ്ങളിൽ ദൈവജനം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉയരത്തിൽ നിന്ന് മറ്റൊരു വെളിച്ചം, ഈ തടസ്സങ്ങളെ കീറിമുറിച്ച് ട്രാൻസ്പെറൻ്റായൊരു വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കും. ദൈവത്തിൻ്റെ ഷെഖേന, ദൈവത്തിൻ്റെ തേജസ്. ഈ തേജസ്സിൻ്റെ ആ പ്രകാശവും മെനോറയുടെ പ്രകാശവും ലയിച്ചൊന്നാകും. പിന്നെ ഒറ്റ വെളിച്ചമേ ഉള്ളൂ. രണ്ടാക്കി കഴിഞ്ഞാൽ 2, ഒന്നായി കഴിഞ്ഞാൽ 1. ഇതുപോലെ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എസൻസിൽ ഒന്നായിരിക്കുന്നു. അനിവാര്യ ഘട്ടങ്ങളിൽ അവർ 3 ആകും. അപ്പം ദൈവമെന്ന് പറഞ്ഞാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ ആകാം, പിതാവിനെ തന്നെ ആകാം, പരിശുദ്ധാത്മാവിനെ ആകാം. അത് കണ്ടുപിടിക്കുന്ന സന്ദർഭം നോക്കിയാണ്. ശരിയാണോ? ഇനി
ഞാൻ എൻ്റെ ഒരു പ്രായോഗിക വശം പറയുമ്പോൾ നിങ്ങളുടെ ആത്മീയ സന്തോഷം കൂടി വർദ്ധിക്കും. അവിടെ പറയാം. ഉറങ്ങാണോ? അല്ല. ഈ എന്താ പറയുക, പഴയ ആളുകളെന്ന് ഞാൻ പറഞ്ഞാൽ അല്പം പ്രായമുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ പഴയ ആളും പുതിയ ആളും ഒന്നും പറയാൻ പറ്റാത്തൊരു കാലമാണ്. കാരണം എല്ലാവരും അത്യാവശ്യം കളർ ചെയ്തൊക്കെയാണ് വരുന്നത്. കൊച്ചു പിള്ളേരാണോ വലുതിലാണോ ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അത് ഡൈ ചെയ്യുന്നൊരു പാവമല്ല. പൗലോസ് ഡൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളുണ്ട് ഐ ഡൈ എവരി ഡേ എന്ന്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണം, അതിനാ മൂലഭാഷ ഇംഗ്ലീഷൊക്കെ വച്ചിരിക്കുന്നത്. പൗലോസ് എല്ലാ ദിവസവും ഡൈ ചെയ്യുമായിരുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കില്ലേ? വായിച്ചിട്ടില്ലേ? ഐ ഡൈ എവരി ഡേ. നമ്മളൊക്കെ എത്രയോ വർഷം കൂടിയിരിക്കും, എത്ര മാസം കൂടിയിരിക്കുമ്പോഴാണ് ചെയ്യുന്നത്. പോട്ടെ, ഞാൻ ഒരു 50 വയസ്സ് വരെയൊക്കെ ഉള്ള ആളുകളെ ഉദ്ദേശിച്ചാൽ പറഞ്ഞേ. കാരണം ചെറിയ ഒരു 10-25 വയസ്സും 30 വയസ്സ് താഴെയുള്ളവർക്ക് ഈ പറയുന്നത് അത്ര കണ്ട് ശരിയായൊരു ഉദാഹരണം ആയിരിക്കില്ല, വസ്തുത ആയിരിക്കില്ല. ഈ 50 വയസ്സൊക്കെ ഉള്ള ആൾക്കാരോട്, ഒരു 35 മുതൽ 50 വരെയൊക്കെയുള്ള ആൾക്കാരോട് അവരുടെ അപ്പനെ പറ്റി ചോദിക്കുക, പിതാവിനെ പറ്റി. ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാം. ഞങ്ങളുടെ അച്ചാച്ചൻ വല്ലാത്ത മോശടനായൊരു മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനാണ്, പക്ഷേ കുഴപ്പം എന്നാണെന്നറിയണ്ടേ, നമുക്കിട്ട് അങ്ങ് തല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മണിക്ക് നേരത്തെ വന്നാൽ അതിനൊരു തല്ല്. കാരണം എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നെന്നാണ്. താമസിച്ചു വന്നാൽ താമസിച്ചതിന് തല്ല്. മണ്ണെണ്ണ വാങ്ങാൻ പോയിട്ട് അവിടുത്തെ ക്യൂവിൽ നിന്ന് താമസിച്ചാൽ അതിനിട്ട് തല്ല്. പറയാനുള്ള സമയമൊന്നുമില്ല, അടി. സ്കൂളിൽ വന്നിട്ട് ലാസ്റ്റ് സാറിനോട് പറയാം 2 എണ്ണം അവന് കൊടുത്തേക്കണമെന്ന്. ഇതെന്തിനാന്ന് ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള അപ്പന്മാരില്ലായിരുന്നു നമുക്ക്. നമ്മുടെ ആ സ്റ്റാൻഡേർഡിനൊത്ത് പെരുമാറാത്ത അപ്പൻ PTA അച്ചാൻ വരുമെന്ന് കേട്ടാൽ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നൊരു പിടിയില്ല. എന്താടി, അതും ന്യായമായ അടി, തലക്കിട്ടൊക്കെയാണ്. അല്ലാതെ ഇന്നൊക്കെയാണ് കേസെടുക്കും അപ്പൻ്റെ പേര്. വൈകിട്ട് FIR-നകത്ത് വാർത്ത വരും. നമുക്കിട്ടൊക്കെ പെരുക്കിയത് ഓർത്ത് കഴിഞ്ഞാൽ കർഷകരെ അപ്പന്മാരെന്നീ പറയണ്ട. കന്നാലിയെ നോക്കണം, ഞങ്ങൾക്കൊക്കെ രാവിലെ ഇറങ്ങി വെട്ടണം, ഒട്ടുപാല് പറിക്കണം, വലിയ പണിയായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ ഒക്കെ ഉള്ളൂ. അപ്പം എന്തേ പറയാൻ കാരണം, അപ്പനെ നമ്മളീ ഉദ്ദേശിക്കുന്ന നിലയിലൊന്നും അല്ലായിരുന്നു അപ്പൻ്റെ ആ പെരുമാറ്റം. അപ്പൻ വരുന്നു, അപ്പൻ ഒരു ദിവസം വീട്ടിലിരിക്കുന്നു കേട്ടാൽ മഹാ ബോറടിക്കുമെന്നു. അപ്പോഴൊക്കെ ആഗ്രഹിക്കുന്ന പപ്പ ഇതിലിരുന്ന് പോയാൽ കൊള്ളാമെന്ന്. വേറെ കുഴപ്പമുണ്ടായിട്ടില്ല, നമുക്ക് കളിക്കാൻ നോക്കിയല്ലേ, ആകെ പ്രശ്നമാണ് ഈ അപ്പനെ കൊണ്ട്. പിന്നെ ആകെപ്പാടൊരു ആശ്വാസം അമ്മയാണ്. അപ്പോഴൊക്കെ അമ്മ പറയും, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അതിനിങ്ങനെ തല്ലണോ, വഴക്കുണ്ടാക്കണോ, ഫുട്ബോൾ കളി കാണാൻ പറ്റുമോ, നടക്കുകയില്ലെന്ന്. പക്ഷെ കാലം കുറേ കഴിഞ്ഞിരുന്ന് ചിന്തിക്കുമ്പോൾ ഈ അപ്പനെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്കൊരു അഭിമാനമില്ലേ, ഈ അപ്പൻ തന്നെയാണ് എൻ്റെ അപ്പൻ. എവിടെ പോയാലും ഈ അപ്പനെക്കുറിച്ചൊരു മതിപ്പ് ഇപ്പം ഇല്ലേ. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അപ്പൻ പിണങ്ങിയൊന്നും അല്ല തല്ലിയത്. ശരിയാണോ? ഈ അപ്പന് സ്നേഹമുണ്ട് എന്ന് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയണ്ടേ. സ്നേഹമുണ്ടെന്ന് പണ്ടേ അറിയാം. നമ്മൾക്ക് കലാലയത്തിൽ പഠിപ്പിക്കാൻ ദൂരെ വിടുവോ, ജോലിക്ക് വിടുവോ, ഗൾഫിൽ പോകാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിൽ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണാതെ കണ്ണ് തുടയ്ക്കുന്ന അപ്പൻ, കരയുന്ന ആരും കാണാതെ നിൽക്കുന്നപ്പൻ, നമ്മുടെ വേദനകളിൽ മാറി നിന്ന് കരയാതെ കരയുന്നപ്പൻ, നമ്മെ വളർത്താൻ അപ്പനെടുത്ത പാടൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാകുന്ന സ്നേഹമുണ്ടെന്ന്. 2-3 വർഷം കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോൾ വയ്യെങ്കിലും അവിടെ വീട്ടിൽ വരുന്ന കാണാം, പക്ഷേ നിൽക്കുകയല്ലേ, എയർപോർട്ട് വരെ എനിക്ക് വന്നേ പറ്റൂ. ആ ഷുഗറും പിടിച്ച് പ്രഷറുള്ള മനുഷ്യൻ എന്തിനാ വന്നേ? സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. ഇതാണ് അപ്പൻ.
ആദമ്യകുലവും പിതാവും തമ്മിൽ ഇങ്ങനെ അകലത്തിലായിരുന്നു വർഷങ്ങൾ. രണ്ടുപേർക്ക് സ്നേഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല യോജിച്ചു പോകാൻ. എൻ്റെ ഈ വിഷമം മാറ്റിയത് യേശു വന്നപ്പോഴാണെന്ന് പിടികിട്ടിയോ? പിതാവുമായുള്ള നമ്മുടെ അകലം തീർന്ന എപ്പോഴാണ്? യേശു ജഡത്തിൽ വന്നു അപ്പോഴാണ്. ശരിയാണോ? നമ്മുടെ ഉദാഹരണത്തിലേക്ക് വരാം. ഈ അപ്പൻ്റെ സ്നേഹമൊക്കെ മനസ്സിലായ മറ്റൊരു സന്ദർഭമുണ്ട്. നമുക്കൊരു മോനോ മോളോ ഉണ്ടായി. അപ്പൻ അതിനെ എന്ത് ചെയ്താൽ നമ്മുടെ ഈ തരിയല്ല, എടുത്തുകൊണ്ടങ്ങ് പോവാ. ഈ പരിസര ശുചിത്വം, വീട് വൃത്തിയാക്കിയിടൽ, ഇതൊക്കെ ഗൗരവമുള്ള അപ്പൻ ചായ കൊണ്ടു തന്നാൽ ആ ചായ പാത്രമെല്ലാം നോക്കിയിട്ട് അതിലൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോ ഓടിക്കുന്ന അപ്പൻ, വേറെ എടുത്തോണ്ട് പോവാ. ഇത്തരം കാർക്കശ ബുദ്ധിക്കാരനായി അപ്പൻ നമുക്കൊരു മോനുണ്ടായി കഴിഞ്ഞപ്പോൾ ആ കൊച്ചുമോൻ കാണിക്കുന്ന പണികൾ കണ്ടിട്ടുണ്ടോ? കൊച്ചുമോളും കൊച്ചുമോനും ഒക്കെ വന്ന് വലിയപ്പായ അങ്ങോട്ട് കിടത്തിയിട്ട് കടിച്ച് ചവച്ചു തുപ്പിയ കടലമുട്ടായി വായിക്കകത്ത് കൂട്ട് വെച്ച് കൊടുത്തിട്ട് തിന്നില്ലേ ഒരടി. ഈ അടിയൊക്കെ കാണുമ്പോൾ നമ്മളെ വിചാരം ഇത് ഈ കൊച്ച്. അപ്പം നമ്മൾ എന്നാൽ കൊച്ചിനിട്ട് രണ്ട് കൊടുക്കാൻ ആ പുള്ളി അന്നേരം നമുക്കിട്ടടിക്കും. പോടാ, കുഞ്ഞിനെ തല്ലരുത്, തൊടാൻ സമ്മതിക്കുകയില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? അപ്പ പണ്ട് ജീവിച്ചതും പ്രവർത്തിച്ചെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. അപ്പായ്ക്ക് അന്ന് നമ്മളെ തല്ലിയ വേദന ഇപ്പോഴും മാറിയിട്ടില്ലെന്ന്. പെങ്കൊച്ചിനെ വഴക്ക് പറഞ്ഞ വിഷമം അപ്പൻ മാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഹൃദയത്തിൽ. പ്രായമായ പെണ്ണിനെയും തല്ലി കല്യാണം കഴിഞ്ഞ് അതിന് 2 പിള്ളേരായാലും ഈ അപ്പന് വിഷമം മാറത്തില്ലെന്ന്. ഇതാണ് അപ്പൻ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഈ സ്നേഹം ഞാൻ ആസ്വദിച്ചത് പുത്രനിലൂടെയാണ്. പുത്രൻ ക്രൂശിക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് ദൈവത്തോടുള്ള ബന്ധം ദൃഢപ്പെട്ടത്. ചുരുക്കത്തിൽ ദൈവം ആരും ഒരു നാളും കാണാത്ത അദൃശ്യനെ, സർവശക്തനെ, സർവജ്ഞാനിയെ എനിക്ക് വെളിപ്പെടുത്തി തന്നത് പുത്രനാണ്. അങ്ങനെ ദൈവപിതാവിൽ നിന്ന് എനിക്ക് ബഹുമാനവും സ്നേഹവും തിരിച്ചു. ഇപ്പം തന്നെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം എന്താണെന്ന് പറയാം. നടക്കാത്തൊരു കാര്യമാണ് ഇനി പറയുന്നത്. ഇന്ന് നമ്മളുടെ വീട്ടിലേക്ക് ദൈവപിതാവ് താമസിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു. സർവശക്തൻ, സർവജ്ഞാനി എന്നൊക്കെയുള്ള വീട് നമ്മുടെ വീട്ടിൽ ഇന്നും ഒരു താമസിക്കുക. നമ്മളെന്താ പറയും? ഇത്രയും വലിയ ആത്മീയരാണെങ്കിലും ഞാനാണേ പറയും ഞങ്ങളുടെ വീട്ടിൽ വേണ്ട. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, അങ്ങോട്ട് വരണ്ട. കാരണം എനിക്ക് ചിരിക്കാനൊക്കെയില്ല, കളിക്കാനൊക്കെയില്ല, വാർത്ത കാണാനൊക്കെയില്ല. എൻ്റെ പ്രൈവസി മുഴുവൻ പോയെന്ന് ഭയം. ദൈവത്തോടുള്ള ഭയം, ബഹുമാനം, ആദരവ്. ഇതേ സ്ഥാനത്ത് യേശു കർത്താവ് പറയുക, ഞാൻ ഇന്ന് വീട്ടിൽ വരിക. നമ്മൾ വിടുമോ? കർത്താവ് കഴിഞ്ഞ് പോര്, എങ്ങും പോരുത്, എൻ്റെ വീട്ടിൽ. കാരണം നമ്മുടെ ഏത് പ്രൈവസിയിലും കൊണ്ടുപോകുന്ന ഫ്രണ്ടാണവൻ. നമ്മുടെ കാന്തനാണ്, സ്നേഹിതനാണ്, ഏതും തുറന്നു പറയാവുന്ന വിശ്വസ്തൻ. അതാണ് യേശു. അപ്പം പിതാവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടി. പുത്രൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയിലാണ് വീണ്ടെടുപ്പ് നടന്നത്. ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് പോയാലേ, മുമ്പേ പറഞ്ഞ കുഞ്ഞിൻ്റെ ഉദാഹരണത്തിൽ വരാം. നമ്മളെ ഗൾഫിലൊക്കെ ജോലിയുള്ള ആൾക്കാർ, ദമ്പതികൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വല്യപ്പൻ്റെയും വല്യമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് പോയിക്കുക. നമ്മൾ പ്രതീക്ഷിച്ചാണ് വെച്ചേക്കുന്നത്. കാരണം നമ്മളെ തല്ലി ഓർമ്മയ്ക്കാണ്. അപ്പനും അമ്മയാകുമ്പോൾ കുഴപ്പമില്ല, നോക്കിക്കോളൂ എന്നോർത്ത് വെച്ചതാണ്. പക്ഷേ അതിനെ സന്തോഷിപ്പിച്ച് സ്നേഹിപ്പിച്ച് ഇവനെ വീരപ്പനെ പോലെ ആക്കിത്തരും. തല്ലിയല്ലെന്ന് അഥവാ തല്ലിയാൽ തന്നെ ഇങ്ങനൊരു കൊട്ട്, അവനത് കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. കണ്ടിട്ടില്ലേ? ഇവിടെ കൊച്ചു കുട്ടികൾ, വിശേഷിച്ച് അമ്മമാരായ ചെറിയ കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ, നിങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് തല്ലാൻ നോക്കി. നിങ്ങളുടെ വീട്ടിലെ അമ്മായിയമ്മ വന്നിട്ട് പറയും, കൊച്ചിനെ തൊട്ടേക്കല്ല്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊച്ചൊന്നുമല്ല, ഇവിടെ തല്ലാനൊന്നും ഒത്തിരിയില്ല, പൊക്കോണം
ഈ ആഴ്ച തന്നെ പോക്കോണം. ആ, വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളും അമ്മയാകുമ്പോൾ ഇതേ പറയൂ. ഈ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് കാരണം. പക്ഷെ ഒരു കാര്യം, ഈ കൊച്ചിങ്ങനെ പോയി അങ്ങ് വഷളാവുന്നു, അവനങ്ങ് വില്ലിക്കുക. നമ്മളതാ ഇപ്പോൾ ഇവിടെ വിഷമം. ഇത് ഇവർ സ്നേഹിച്ച് നമുക്ക് തല്ലാനും പോയി ആകെപ്പാടൊരു വിഷയം. നമ്മുടെ സഭയും കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. കാരണം ദൈവം സ്നേഹിച്ച് 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 നമ്മളെ ഒരു പരുവാക്കി. പിടികിട്ടിയോ? ശിക്ഷയില്ലാത്തൊരു ജീവിതം. എന്നാലേ ദൈവം അങ്ങനെ വിടത്തില്ല. ഈ വീട്ടിലൊരു അങ്കിളുണ്ട്. അങ്കിളിന് ഭയങ്കര സ്നേഹമാണ് കൊച്ചിനോട്. പക്ഷേ മെനേഡ് കാണിച്ച അടി ഉറപ്പ്. അപ്പോഴൊക്കെ ഗ്രാൻഡ്പാ പറയും, അനങ്ങായിരുന്നോ മതി, അങ്കിൾ അപ്പുറത്തുണ്ട്, അടിക്കും. പുള്ളിക്ക് സ്വന്തം മക്കളെക്കാൾ ഇഷ്ടമാണ് നീ, ഇവളെ വലിയ കാര്യമാണ്. പക്ഷെ കുസൃതി കാണിക്കുക, അടിക്കും. കമ്പ്യൂട്ടർ കളിച്ച് അത് നശിപ്പിച്ച് അടിക്കും. അടി ഉറപ്പ്. സ്നേഹമുണ്ട്, അടിയുണ്ട്. നമ്മൾ വഷളാകാതിരിക്കാൻ നമുക്കൊരു കാര്യസ്ഥൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അടിക്കലേ ഇതിനുള്ളതാണ് ട്രിനിറ്റി. അപ്പോൾ ട്രിനിറ്റി എന്തിനുള്ളതാണ്? ദൈവത്തെ ആസ്വദിക്കാനുള്ളതാണ് ട്രിനിറ്റി. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയാനുള്ളതാണ് ട്രിനിറ്റി. പിതാവിനെ രുചിച്ചറിയണം, പുത്രനെ രുചിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയണം. Oh, taste and see that the Lord is good. ട്രിനിറ്റി ചാട്ടെഴുതി പഠിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ല. ഇങ്ങനെ ഇന്ന് മുതലൊന്ന് ആരാധിച്ച് നോക്കി, എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ് ആ ജീവിതം എന്ന് മനസ്സിലാകും. ഇങ്ങനെയാണ് ദൈവകുടുംബത്തിൽ നമ്മൾ അംഗമാകുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ തിയററ്റിക്കൽ സൈഡിലൂടെ പോകണം. കാരണം ഈ ചിന്തകന്മാർക്കും ചോദ്യം ചോദിക്കാൻ വരുന്നവർക്കും ഇതൊക്കെയാണല്ലോ വേണ്ടേ. ഓരോ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ മറുപടി പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കാനും പഠിക്കാനുമാണ് ഞാൻ ഈ മുഖവുര പറഞ്ഞത്. ഇനി പറയുന്നത് നമ്മളോട് വാദപ്രതിവാദത്തിന് വരുന്നവർക്കുള്ള ആൻസർ എന്ന നിലയിൽ ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിധങ്ങളാണ്. അതിൻ്റെ തിയറിയിലേക്ക് തന്നെ കിടക്കാം. ഇനിയൊരു വാക്യം വായിക്കണം. നമ്മുടെ ആദ്യത്തെ വാക്യമാണിതെന്ന് ഓർത്തോണം. ആവർത്തനം 6:4. യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സ് 4. ഈ വാക്യം ഒന്ന് മനഃപ്പാഠം പഠിച്ചോളൂ. എളുപ്പമല്ലേ? റെഫറൻസ് വിത്ത് റെഫറൻസ് ആണ്. ഇസ്രയേലേ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. യഹോവ, അത് ഞാൻ യാഹ്വേ എന്ന് പറഞ്ഞു, എൻ്റെ കാരണമൊക്കെ പിന്നെ പറയാം. പഠിച്ചോ? വിത്ത് റെഫറൻസ് പഠിച്ചോ? ഇസ്രയേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. 3 സെൻറ്റൻസ് പഠിച്ചോ? പഠിച്ചു. ആവർത്തനം 6:4. ഈ വാക്യത്തിനൊരു പേര് പറയും. ഈ വാക്യത്തെ ജൂതന്മാർ വിളിക്കുന്ന പേര് ഷേമ എന്നാണ്. SHEMA, ഷേമ. എന്താണ് ഈ ഷേമ എന്ന് ചോദിച്ചാൽ പറയണം ആവർത്തനം 6:4. അതാണ് ഷേമ. ഷേമ എന്താണ്? ഇസ്രായേലേ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. അപ്പോൾ ട്രിനിറ്റിയെപ്പറ്റി തിയററ്റിക്കലി പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഭാഗമാണ്. കാരണം ഇതാണ് യഹൂദന്മാരുടെ ഏക ദൈവവിശ്വാസം. ക്ഷേമയാകുന്നു, ക്ഷേമപ്രഖ്യാപനം. ഈ ക്ഷേമയുടെ ചുവട് പിടിച്ചാണ് ഈ ബാങ്ക് വിളി എന്ന ആശയം ഇസ്ലാമികർക്കിടയിലുള്ളത്. അതിൻ്റെ ഒരു അനുകരണമാണ് അല്ലാഹ് ഏകനാകുന്നു എന്നുള്ള പ്രയോഗം. ആ കൾച്ചറിൽ നിന്നാണ് ഇവരിത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വചനത്തെ അത് എഴുതിയ ഭാഷയിൽ ഒന്ന് വിചിന്തനം ചെയ്തു പോകാം. പഴയ നിയമം എഴുതിയ ഭാഷ ഏതാ? ധൈര്യമായിട്ട് പറഞ്ഞു. ഹീബ്രു അല്ലെങ്കിൽ എബ്രായ അല്ലേ? പുതിയ നിയമമോ ഗ്രീക്ക് അല്ലെങ്കിൽ യവനായ അല്ലേ? എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ ഹീബ്രുവിൽ ഈ വചനം നമ്മൾ പഠിക്കാൻ പോവാം. സന്തോഷമാണോ? ഒരു വാക്ക് എബ്രായ ഭാഷയെ പഠിക്കുന്നതിൽ വിരോധമുണ്ടോ? വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പം. ഇപ്പം ആദ്യത്തെ ലൈനിൽ ഞാൻ പറയുന്നുള്ളൂ എഴുതണം.
വളരെ എളുപ്പമാണ്. ആദ്യത്തെ ലൈൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ക്ഷേമ ഇസ്രയേൽ. ഒരു പുതിയ പദവി എന്നുള്ള ക്ഷേമ എന്നുള്ളത് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇസ്രയേൽ എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തെ ലൈനിൽ എഴുതണം ക്ഷേമ ഇസ്രയേൽ. അടുത്ത ലൈനിൽ ഇനി എഴുതുന്നത് ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇനി എഴുതാവൂ. YHWH അത് ക്യാപിറ്റൽ. ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ യഹോവ എന്ന് എഴുതിക്കോളൂ, കുഴപ്പമില്ല. ഇംഗ്ലീഷ് എഴുതുന്നൊരു YHWH ക്യാപിറ്റൽ മസ്റ്റാണ്, അങ്ങനെ എഴുതാവും. അതിൻ്റെ കാരണം പിന്നെ പറയാം. വായിക്കേണ്ടത് യാഹ്വേ. ഓക്കെ, യാഹ്വേ. യാഹ്വേ യഹോവയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉച്ചാരണം വഴി വന്ന മാറ്റമാണ്. ഓക്കെ, ശരി പ്രയോഗം എങ്ങനെ? യാഹ്വേ. കാരണം യഹോവയാക്കാൻ അതിൽ ഏതൊക്കെ അക്ഷരം വേണം? EOA വേണ്ടേ? ഇത് പിൽക്കാലത്ത് ചേർത്തെഴുതുന്നതാണ് ഇങ്ങനെ. കാരണം യഥാർത്ഥ ഹീബ്രുവിൽ സ്വരാക്ഷരങ്ങളില്ല. There are no vowels in Hebrew language. ഓക്കെ, വ്യഞ്ജനങ്ങൾ മാത്രമേ ആ ഭാഷയിലുള്ളൂ. ഓക്കെ, അതൊന്നുമല്ല പ്രധാനം. തൽക്കാലം ഇത് കൊടുക്കുക യാഹ്വേ. ആദ്യത്തെ ലൈൻ എന്തെഴുതിയ? ക്ഷേമ ഇസ്രയേൽ. രണ്ടാമത്തെ ലൈൻ യാഹ്വേ. അടുത്തത് നിങ്ങൾക്ക് പരിചയമുണ്ട്, ഇച്ചിരി വ്യത്യാസമുണ്ട്. എലോഹിനു. എലോഹി പരിചയമുണ്ടല്ലോ, പാട്ടിലൊക്കെ പാടുക. എലോഹി എണ്ണയെ ഓർക്കുക എന്നൊക്കെ പാടില്ലേ? എലി എലി ലെമ്മാ ശബക്താനി. എലോഹിയാണ് ശരിക്കും. എലോഹി എലോഹി ലെമ്മാ ശബക്താനി. അപ്പോൾ യാഹ്വേ എലോഹിനു. എലോഹിനു ELOHINU എലോഹിനു. മൂന്നാമത്തെ ലൈൻ വീണ്ടും YHWH ക്യാപിറ്റൽ. യാഹ്വേ ECHAD. ECHAD സ്മോൾ ലെറ്റർ മതി. ഇതെങ്ങനെ വായിക്കണം എന്നറിയോ? എച്ചാഡ് എന്നല്ല, എക്കാദ് എന്നുമല്ല, കായ്ക്കും ഹായ്ക്കും ഇടയ്ക്കുള്ള ഒരു ശബ്ദം. എഹാദ്. എഹാദ്. അത് അടുത്ത കാലത്ത് പല്ല് മാറി വെച്ചൊരുന്നും അത്രയും നമ്മളെ നോക്കാതെ ഹീബ്രു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ പിന്നെ അതിന് ഉത്തരവാദിയല്ല, അവിടെ പറഞ്ഞേക്കാം. ഒരു നല്ല കാര്യത്തിന് വന്നാൽ എന്നിട്ട് ലാസ്റ്റ് ഈ പരുവായി ഞാനെന്ന് ഹീബ്രു പഠിച്ച് നമ്മൾ ഈ രൂപത്തിലായി എന്ന് നാളെ ഒരു കുറ്റം പറയാതിരിക്കേണ്ടതിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ഷേമ ഇസ്രയേൽ വായിച്ച് കണ്ടല്ലോ. ക്ഷേമ ഇസ്രയേൽ യാഹ്വേ എലോഹിനു യാഹ്വേ എഹാദ്. അപ്പോൾ ഒന്ന് പറയാമെന്ന് നോക്കിയാൽ ക്ഷേമ ഇസ്രയേൽ യാഹ്വേ എലോഹിനു യാഹ്വേ എഹാദ്. സ്പീഡിൽ പറയാമെന്ന് നോക്കി, നാളെ വരുമ്പോൾ പഠിച്ചുകൊണ്ടുവന്നാൽ മതി. അങ്ങനെ തന്നെ പറയണം, കാരണം മ്യൂസിക്കലാണ് ഈ ലാംഗ്വേജ്. ഓക്കെ, മ്യൂസിക്കലാണ്. ഹീബ്രു ഭാഷ ഒരു സംഗീതാത്മക ഭാഷയാണ്. നമ്മുടെ ഈ സാംസ്കൃറ്റൊക്കെ പോലെ, അറബിക്കൊക്കെ പോലെ. അറബിക്ക് നല്ല രസമല്ലേ ഉച്ചരിച്ച് കേൾക്കാൻ, അല്ലേ? നല്ല കാവ്യാത്മകമാണ് അറബി ഭാഷ. അതുപോലെ തന്നെയാണ് ഹീബ്രുവും. കാരണം ഇതെല്ലാം ഒരു കുടുംബത്തിലെ ഭാഷയാണ്. അതിൽ പൂർവിക ഭാഷ എബ്രായിയാണ്, അതിൽ പിന്നുണ്ടായത് അറബിക്കൊക്കെ. അതിൻ്റെ ബേസ് അവിടെയാണ്, ഹീബ്രു ആണ്. സെമിറ്റിക് ലാംഗ്വേജ് എന്ന് പറയും. സെമിറ്റിക് പീപ്പിൾസ് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഈ പറയപ്പെട്ട ഹീബ്രു, അറബി, പിന്നെ സിറിയക്ക്, ഇതെല്ലാം അങ്ങനെയാണ്. കോപ്റ്റിക്ക്. ഓക്കെ, അത് വിട്ടേക്കാം. അപ്പോൾ എവിടെ എത്തി നമ്മൾ? ക്ഷേമ ഇസ്രയേൽ യാഹ്വേ എലോഹിനു യാഹ്വേ എഹാദ്. പിടികിട്ടിയോ? ഇത്രേ ഉള്ളൂ. ഇസ്രയേലെ കേൾക്കുക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ഇവിടെ ഏകൻ എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ച പദമാണ് എഹാദ്. ക്ഷേമ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. ഇസ്രയേലെ കേൾക്കുക. ക്ഷേമ അർത്ഥം കേൾക്കുക. ക്ഷേമ ഇസ്രയേൽ, ഇസ്രയേലെ കേൾക്കുക. യാഹ്വേ ദൈവത്തിൻ്റെ പേര്. യാഹ്വേ എലോഹിനു, എലോഹി ദൈവം, എലോഹിനു നമ്മുടെ ദൈവം. കാരണം നമ്മുടെ എന്ന് ഉപയോഗിക്കുന്നതിന് ഉ എന്നൊരു ശബ്ദം ചേർത്താൽ മതി ഹീബ്രുവിൽ. ഇമ്മാനു എൽ, ഇമ്മാനു ഉ എന്ന ശബ്ദം മുതൽ നമ്മോടുകൂടെ എന്നായി.
ഓക്കെ. വി എന്നതിന് ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഊ എന്ന ശബ്ദം. ഓക്കെ. എലോഹിനു, നായുടെ കൂടെ ഊ വരണം. ഇമ്മാനു, അപ്പം എന്നിൻ്റെ കൂടെ യു വരണം. അപ്പോൾ ഹീബ്രുവിൽ എങ്ങനെയാണ്? എലോഹിനു, നമ്മുടെ ദൈവമാകുന്നു. അടുത്തത് യാഹ്വേ എഹാദ്, ഏകൻ തന്നെ. ഏകൻ, ഏകൻ എന്നതിന് ഉപയോഗിച്ച പദമാണ് എഹാദ്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. സാധാരണ ഭാഷകളിൽ നിന്ന് വിഭിന്നമായി എബ്രായ ഭാഷയ്ക്കൊരു പ്രശ്നമുണ്ട്. അവിടെ പദങ്ങൾ വൊക്കാബുലറി തീരെ കുറവാണ്. തീരെ കുറവെന്ന് പറഞ്ഞാൽ പോരാ, വെറും 10,000-ൽ താഴെ വാക്കുകളെ ഈ ഭാഷയ്ക്ക് സ്വന്തമുള്ളൂ. ഇംഗ്ലീഷിൽ 7.5 ലക്ഷം വേർഡ്സസ് ഉണ്ട്. ഗ്രീക്കിൽ, പുതുനിയമം എഴുതിയ ഗ്രീക്കിൽ മോർ ദാൻ 2 lakhs വേർഡ്സസ് ഉണ്ട്. അപ്പോൾ ഹീബ്രുവിൽ എത്ര വാക്ക് ആകെയുള്ളത്? 10,000. ഞാൻ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ പറയപ്പെടുമായിരുന്നു. ഒരാഴ്ച നമ്മുടെ വീട്ടിൽ പാർപ്പിച്ച് ഹീബ്രു പഠിക്കാൻ താല്പര്യമുള്ള പാസ്റ്റർമാരെയും വിശ്വാസികൾക്കൊക്കെ ഒരു കോഴ്സ് വെച്ചിരുന്നു, ഒരാഴ്ച. അപ്പോൾ അതിന് ഫീസൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഒരു ഇതാണ്. അതൊരു സന്തോഷത്തിന് ചെയ്ത ആളുകൾ ഈ ഡിബേറ്റിനുമൊക്കെ പ്രാപ്തരാകാൻ വേണ്ടി. ഇപ്പോൾ ഒരു അപ്പച്ചൻ നല്ല സ്കോളറാണ്, അദ്ദേഹം അവിടെ പഠിക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കെല്ലാം ഓരോ ഹീബ്രു ഡിക്ഷണറി എൻ്റെ വകയായിട്ടുണ്ട്. ഇപ്പോൾ തരത്തിൽ അയച്ചു തരാമെന്ന്. പോസ്റ്റേജ് ഒന്നും വേണ്ട, അതൊരു മിഷൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ അപ്പച്ചന് എന്നോടുള്ള സ്നേഹം കൊണ്ട് പുള്ളി പറഞ്ഞു, അങ്ങനല്ല, ഇനി ചിലവൊക്കെ ഉള്ളതാണ്, പിടിച്ചേൽപ്പിച്ചു, ഇതിനേക്ക് അയച്ചു തരണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഇത് അയച്ചും കൊടുത്തു. ഇത് കിട്ടി കൈപ്പറ്റി കഴിഞ്ഞ് പുള്ളി ഫോൺ വിളിച്ച് കിട്ടി എൻ്റെ മോൾക്ക് അതും ഇതുമെല്ലാം അങ്ങ് പറഞ്ഞു, മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കില്ല, ഡിക്ഷണറി തരാമെന്ന് പറഞ്ഞിട്ട് കുറേ പേപ്പറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മോള് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അപ്പച്ചൻ പറയുന്നു. അപ്പം ഞാനിത് മേടിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇത് സാറേ ഇതേ കുഴപ്പം എന്നാന്ന് വെച്ചാൽ 10,000 വാക്കേ ഉള്ളൂ, അതെല്ലാം തരാൻ പറ്റുള്ളൂ. ഭാഷയിൽ 10,000 വാക്കേ ഉള്ളൂ. ഇതെല്ലാം ഫോട്ടോ കോപ്പി എടുത്തപ്പോൾ ആകെപ്പാടെ അന്നേരം ആൾച്ചാന് മനസ്സിലായ കാര്യത്തിൻ്റെ കിടപ്പ്. ഭാഷ ഇത്ര ദാരിദ്ര്യം പിടിച്ചാലും എൻ്റെ കുഴപ്പമാണോ? ഡിക്ഷണറി ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറി പോലെയോ ശബ്ദധാരാവലി പോലെയോ പൊക്കമില്ല, വലിപ്പമൊന്നും ഇല്ലെന്ന്. സംഗതി ഇത്രേ ഉള്ളൂ. കാരണം 10,000 വാക്ക്, അതിലൊന്നും ഞാൻ കുറച്ചിട്ടില്ല. അത് ഞാൻ കാറ്റഗറി ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 10,000 തവണ ഉപയോഗിച്ചത്, 5,000 തവണ ഉപയോഗിച്ചത്, 2,000 തവണ ഉപയോഗിച്ചത്, ഇതെല്ലാം തിരിച്ച് 1 തവണ ഉപയോഗിച്ചത്, ഇങ്ങനെ കാറ്റഗറി ചെയ്ത് വെച്ചുള്ള ഒരു സാധനമാണ്. എല്ലാം കൂടെ ഒരു 10-60 പേജ് കാണും. ഇതെല്ലാം ഉണ്ട്. പാവത്തന്നെ പിന്നെ മനസ്സിലായ. എന്നാലും ഒരു കാര്യം പറയാനാണ് നിൽക്കുന്നത്. ഏകനെന്ന് പറയാൻ ഏത് പദം നമ്മൾ തന്നെ എഹാദ് അല്ലേ? പക്ഷെ ഇത് ഒന്ന് അഥവാ ഏകൻ എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഈ പദം വാസ്തവത്തിൽ അബ്സല്യൂട്ട് വണ്ണിനെ പറ്റി അല്ല പറയുന്നത്. എന്താ അബ്സല്യൂട്ട് വൺ? തികച്ചു ഒന്ന് എന്ന് പറയുമല്ലോ. കളക്റ്റീവ് വണ്ണുണ്ട്, അബ്സല്യൂട്ട് വണ്ണുണ്ട്. ഇത് കളക്റ്റീവ് വണ്ണെന്ന് പറയാം. നമ്മുടെ ഒരു മാസയോഗം, അപ്പോൾ ഓരോ സഭകളുടെ പേര് വിളിക്കുന്നു, തൃപ്പൂണിത്തറ. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ കുറേ പേരില്ല. അന്നേരം സെക്രട്ടറി പറയാം, ഒരു സഭയിൽ നിന്ന് ആരും വന്നില്ല. അപ്പോൾ ഒരു സഭയിൽ നിന്ന് പറഞ്ഞാൽ ഒരാളാണോ? അല്ല, ഒന്നിലധികം ചേരുന്ന ഒന്നാണ് എഹാദ്, കളക്റ്റീവ് വൺ, കോമ്പൗണ്ട് യൂണിറ്റി. മനസ്സിലായോ? ഇത് ഉപയോഗിച്ച ബൈബിളിലൊരു ഭാഗം ഞാൻ പറയാം. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. സന്ധ്യയും ഉഷസ്സും ചേർന്ന ഒരു സന്ധ്യയും ഒരു ഉഷസ്സും ചേർന്ന് ഒരു ദിവസവും. പിടികിട്ടിയോ? 2 കാര്യങ്ങൾ. സന്ധ്യ, ഉഷസ്, 1. സന്ധ്യയായി ഉഷസ്സുമായി ഇതുപോലെ അടുത്ത ദിവസം 2. സന്ധ്യയായി ഉഷസ്സുമായി വീണ്ടും ഒരു ദിവസം 3. മനസ്സിലായില്ലേ? 2 കാര്യങ്ങൾ ചേർന്ന് ഒന്നാവുക. ഇത് വളരെ പവർഫുള്ളായി ഉപയോഗിച്ച വേറൊരു ഭാഗം പറയാം.
ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും, ഇരുവർ ചേർന്ന് ഒന്ന്. മനസ്സിലായല്ലോ? ബാക്കിയൊക്കെ എടുത്തരാം. ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ പുറപ്പാട് സമാഗമന കൂടാരത്തിലെ 50 കൊളുത്തുകൾ ഒന്നായി ചേർന്നിട്ട്, 2 വിഭാഗം ജനങ്ങൾ ഒന്നായി ചേർന്നിട്ട്, ഒന്നിലധികം ചേർന്നുള്ള ഒന്ന്. നീ അബ്സല്യൂട്ട് വണ്ണുണ്ട്. അബ്സല്യൂട്ട് വണ്ണെന്ന് പറഞ്ഞാൽ ഇബ്താഹിൻ്റെ ഏകമകൾ ഒന്നിലധികം ചേർന്നാണോ? ഒരാളേ ഉള്ളൂ. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അന്നാളിൽ നീ വിലപിക്കും, ഒറ്റ ഒരാളേ ഉള്ളൂ. ഇതിനുപയോഗിച്ച പദം എഹാദല്ല. ഇത്രയും പദ ദാരിദ്ര്യമുള്ളൊരു ഭാഷയിൽ, അല്ലെങ്കിൽ പദസമ്പത്തില്ലാത്തൊരു ഭാഷയിൽ അബ്സല്യൂട്ട് വണ്ണിനെ കുറിക്കാൻ ഉപയോഗിച്ചത് യാഹീദ് എന്നൊരു പദമാണ്. YAHEED, യാഹീദ്, എഹാദ് അൻ യാഹീദ്. ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, ഇസ്രായേലെ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാണ്, യാഹ്വേ എഹാദാണ്. അങ്ങനെയെങ്കിൽ ഒരു മറുചോദ്യം വരാം. എന്നിട്ടെന്ത് ജൂതന്മാരാരും ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ ത്രിയേകത്വത്തെ അംഗീകരിക്കുന്നില്ല? ഞാൻ അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടേ ഉള്ളൂ. ശ്രദ്ധിച്ചേ. ഇവരോടൊക്കെയുള്ള ചർച്ചകളിൽ ഇവരവസാനം വന്ന് പെട്ടുപോകുന്നൊരു കാര്യമുണ്ട്. നമുക്കതിലേക്ക് തന്നെ വരാം. ജൂതനും അംഗീകരിക്കേണ്ട ഒരു ഭാഗത്തേക്ക് വരാം. യെശയ്യാ 50-ാം അധ്യായം 1 മുതൽ അങ്ങ് വായിച്ചു. അയ്യോ, സമയമായി, സോറി. അല്ല, ഒരു കാര്യം ചെയ്തു, അത് മൊത്തം വായിക്കാനുള്ളത് കൊണ്ട് പണ്ടൊരാൾ സമയം തീരെ ഇല്ല എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയം തീരെ ഇല്ല, കൊണ്ട് ഞാൻ ഒരു വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നോളാം. 119 സങ്കീർത്തനം. ഒരു സഹോദരി സാക്ഷി പറഞ്ഞ സമയം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഒരു വേദഭാഗം മാത്രം വായിച്ചിരിക്കാവുന്നു. 119 സങ്കീർത്തനം. പിന്നെ നമ്മൾ ഇച്ചിരി നീണ്ടുപോയി, കുഴപ്പമില്ല, നിങ്ങളെല്ലാം ഇരുന്നല്ലോ, അതെന്നോടുള്ള നന്ദി. അപ്പോൾ നമുക്ക് നാളെ കാണാം. പകലുമുണ്ട്, വൈകിട്ടുണ്ട്. എന്താ പറയുന്നത്, സന്തോഷമല്ലേ? അപ്പോൾ ഈ 50-ാം അധ്യായം വായിച്ചുകൊണ്ട് വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഒറേറ്റർ ഉണ്ടല്ലോ, ഈ നരേറ്റ് ചെയ്യുന്ന ആൾ, അവിടെ എത്ര പേരുണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് പോരണം. അത് പേര് തിരിച്ച് ആ പേഴ്സൺസിനെ ഒന്ന് കണ്ടുകൊണ്ട് പോരാമെന്ന് നോക്കി. യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ആരാ, യെശയ്യാവാണോ, ആരെ പറ്റിയാണ് എന്നുള്ള ഭാഗം ഒന്ന് വായിച്ചു. 50 ചെറിയൊരു ഭാഗമുള്ളൂ, വായിച്ചുകൊണ്ട് അടുത്ത ദിവസം പോരാം. നമുക്കത് പറഞ്ഞ് നാളെ തുടങ്ങാം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.